2021 ഇതേ വേദിയിൽ ഇതേ സ്ഥലത്ത് ചരിത്രപ്രധാനമായ ഒരു സംവാദം അരങ്ങേറുകയുണ്ടായി. അതിൻ്റെ ഒരു തുടർച്ചയെന്നോണം നേരത്തെ പല പ്രഭാഷകന്മാരും സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചകളുടെ ഭാഗമായാണ് പുതുതലമുറ ഈ സംവാദം ഏറ്റെടുക്കുന്നു എന്ന തലവാചകത്തിൽ ഞങ്ങൾ നിങ്ങളോട് സംവദിക്കുന്നത്. നിങ്ങളോടൊപ്പമുള്ളത് ഞാൻ അബ്ദുൽ സമദ്, ഷുക്കൂർ വരിക്കോടൻ, അബ്ദുൽ മുഹസിൻ, ഷാഹുൽ ഹമീദ് പാലക്കാട്. പല വിഷയങ്ങളും ഇവിടെ ആധികാരികമായി പല അവതാരകരും അവതരിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഈ വിഷയങ്ങളുടെയും ഈ ചർച്ചകളുടെയും ഒക്കെ കോർ പോയിന്റ്, എൻ്റെ ക്രക്സ് എന്ന് പറയുന്നത് നവനാസ്തികത അഥവാ നിരീശ്വരവാദം എന്നുള്ളതാണ്. ഒരുപാട് കാലം മുന്നേ, അല്ലെങ്കിൽ 1-2-3 വർഷങ്ങൾക്ക് മുന്നേ പോലും എന്തോ ഒരു വലിയ സംഭവമാണ് എന്നൊരു പുകമറക്കുള്ളിൽ നിന്നിരുന്ന ഒരു ആശയമായിരുന്നു നവനാസ്തികത അല്ലെങ്കിൽ നിരീശ്വരവാദം എന്നൊക്കെ പറയുന്നത്. അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും ചില സാധാരണക്കാർക്കിടയിൽ ഇവരെന്തോ വലിയൊരു സംഭവമാണ് എന്നൊരു ചിന്ത ഉണ്ടാക്കാൻ, ഒരു മിഥ്യാധാരണ ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചിരുന്നു. എന്നാൽ നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത നമ്മുടെ സംവാദം അടങ്ങുന്ന പല കാര്യങ്ങളും, പല സംഭവങ്ങളും അതിനെ വളരെ വലിയ രീതിയിൽ കേരള സമൂഹത്തിൽ താഴേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ്. കേരള സമൂഹത്തിൽ മാത്രമല്ല, ആഗോളതലത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ ഈ സംവാദം മാത്രം എടുക്കുകയാണ് എങ്കിൽ അവർ പറഞ്ഞതുപോലെ അവർക്ക് ഫേവറായിട്ടുള്ള രീതിയിൽ തികച്ചും ഏകപക്ഷീയമായ ഘടനയിൽ നടത്തിയിട്ടുള്ളൊരു സംവാദമായിരുന്നു. അതിനുവേണ്ടി നമ്മൾ സംവാദം നടക്കാൻ വേണ്ടി പല കാര്യങ്ങളും അവരുടെ വാശിക്ക് ചെറിയ കുട്ടികൾക്ക് സമ്മതിച്ചു കൊടുക്കുന്നത് പോലെ സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. വിഷയാവതരണത്തിൻ്റെ ഘടനയാണെങ്കിലും ആദ്യം ഞങ്ങൾക്ക് സംസാരിക്കണമെന്ന് പറയുന്ന വാശി, വെല്ലുവിളിച്ച ആൾക്ക് തന്നെ വീണ്ടും വെല്ലുവിളിക്കാൻ ആദ്യം അവസരം നൽകണമെന്ന് പറയുന്ന വളരെ വിചിത്രമായ വാദം, അതേപോലെ തന്നെ സമയക്രമം, പാനൽ എന്ന് പറയുന്ന വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ആവശ്യം അംഗീകരിക്കാതിരിക്കുന്ന ഒരു അവസ്ഥ, അങ്ങനെ പല കാര്യങ്ങളും വളരെ വിചിത്രമായ തീരുമാനമെടുത്തുകൊണ്ട് വളരെ ഏകപക്ഷീയമായ ഒരു ഘടനയിലേക്ക് സംവാദത്തെ എത്തിച്ചു. അല്ലെങ്കിൽ അവർക്ക് അനുകൂലമാകുന്ന രീതിയിൽ ഒരു സിസ്റ്റം അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. എന്നിട്ട് പോലും ആ സംവാദത്തിൻ്റെ ഒരു പര്യവസാനം എന്ന് പറയുന്നത് അവർക്ക് ചെറിയൊരു അളവിൽ പോലും അനുകൂലമാക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്നത് അവരുടെ ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ ആശയത്തിൻ്റെ പരാജയമായി, അല്ലെങ്കിൽ അതിൻ്റെ നിലനിൽപ്പില്ലാത്ത അവസ്ഥ തുറന്നു കാണിക്കുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം എന്ന് പറയുന്നത് ഇന്ന് പോലും ജബ്ബാർ മാഷ് ഈ സംവാദത്തിൽ പറഞ്ഞ കാര്യത്തെ വിശദീകരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ ജയിച്ചു എന്നൊക്കെ പല അവസരങ്ങളിലും അവർ തന്നെ വേദികൾ ഉണ്ടാക്കി പറയുന്നുണ്ടെങ്കിൽ പോലും അവർ വിശദീകരിച്ച് തീർന്നിട്ടില്ലാത്ത ഒരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ സ്വയം തന്നെ ഇനിയും എന്തൊക്കെയോ പറയാനുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ അന്ന് പറഞ്ഞത് അങ്ങനെയായിരുന്നില്ല ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ കാര്യങ്ങളെ പൂർത്തീകരിക്കാൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അഥവാ അവർ പറയാതെ പറയുന്ന കാര്യം ഞങ്ങൾ അമ്പയെ പരാജയമായിരുന്നു ആ സംവാദത്തിൽ നിന്നുള്ളതാണ്. ഇത് കേരളീയ പശ്ചാത്തലത്തിൽ മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആഗോളമായി തന്നെ ഈ നിരീശ്വരവാദത്തിൻ്റെ ഒരു പരാജയം നമുക്ക് കാണാൻ കഴിയും. ഷൗൽക്ക, അത്തരം ഒരു പരാജയങ്ങളെ പറ്റി എങ്ങനെയാണ്? അതായത് ഏതെങ്കിലും ഒരു ദർശനത്തിന് ഈ രൂപത്തിലുള്ളൊരു പരാജയം വളരെ ചെറിയൊരു സമയം കൊണ്ട് ഇത്തരം ഒരു രൂപത്തിൽ മുമ്പെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് തന്നെ സംശയമാണ്. കേരളീയ യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം, നാസ്തികരെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർഷമാണ് 2021 എന്ന് പറയുന്നത്. കാരണം അവിടെ ഈ ഒരു സംവാദം നടന്നു. പക്ഷെ ആ സംവാദം നടന്നതിന് ശേഷം നമുക്കാർക്കും കോൺഫിഡൻസ് കുറയേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, കോൺഫിഡൻസ് കൂടാനുണ്ടായത്, ആ രംഗത്ത് സംവാദങ്ങൾ കൂടാനുണ്ടായത്, വളരെ നല്ല രീതിയിലുള്ള ഇന്റലക്ച്വൽ ഡിബേറ്റ് ശരിക്കും യുവാക്കളായിട്ടുള്ള കുറെ ആളുകളോട്ട് എത്തി എന്ന് മാത്രമല്ല, അതിന് വളരെ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ടുകൾ വരെ നമുക്കിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നാസ്തികരുടെ അവസ്ഥ എന്താണെന്നുണ്ടെങ്കിൽ, അവരിപ്പോ പറയുന്നൊരു കാര്യം, കേരളത്തിൽ നാസ്തികതയെ ന്യായീകരിക്കാൻ, താൻ നാസ്തികനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നാസ്തികതയ്ക്ക് വേണ്ടി വാദിക്കുക ഒരാളില്ലാത്ത അവസ്ഥ ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും വലിയൊരു ദുരന്തം, ഇതിലും വലിയൊരു തോൽവി മറ്റു രാഷ്ട്രത്തിൽ ഉണ്ടാവാനില്ല. ഇവിടെ ഇപ്പൊ ഈ സംവാദം കഴിഞ്ഞു ഏതെങ്കിലും ഒരു മുസ്ലിം ഇസ്ലാമിനെ നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ നാസ്തികരടുത്തും നാസ്തികതയെ സംബന്ധിച്ചിട്ടുള്ള തെളിവ് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യം, നാസ്തികതയ്ക്ക് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ തെളിവൊന്നുമില്ല.
പിന്നെ എന്നുള്ള ന്യായമാണ്. എന്നിട്ട് പലപ്പോഴും ഈ സംവാദവേദിയിൽ സംവാദത്തിന് വന്ന ആള് പോലും നമ്മളടുത്ത് പറയുന്നത്, ഞാൻ എവിടെയാണ് നാസ്തികതയ്ക്ക് വേണ്ടി വാദിച്ചത്, ഞാൻ നാസ്തികനല്ല, നാസ്തികതയ്ക്ക് വേണ്ടി സംസാരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വന്തം ആശയത്തിന്റെ ഏറ്റവും എത്തീസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് മുന്നോട്ട് വെക്കാനുണ്ടെങ്കിൽ അത് പടച്ചോനില്ല എന്നുള്ളൊരു ആർഗ്യുമെന്റ് മാത്രമാണ്. ആ ആർഗ്യുമെന്റിന് എന്തെങ്കിലും ഒരു തെളിവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഡെഡ്. ഇനി ഇതിനപ്പുറത്തേക്കൊന്നുമില്ല. ഇപ്പൊ മുഹമ്മദ് ഷാബൊക്കെ പറയുന്ന പോലെ പിന്നെ ക്രിസ്റ്റഫർ ഹിച്ചൻസിനോടൊപ്പം തന്നെ നവനാസ്തികത മരിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്റലക്ച്വലി അത് മരിച്ചു കഴിഞ്ഞു പാശ്ചാത്യ ലോകത്ത്. പക്ഷെ ഇവിടെയുള്ള ഈ പാവപ്പെട്ട മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും പുറത്തെ വലിയ ഈ പിന്നെ ഫിലോസഫിക്കൽ ഡിബേറ്റ്സിനെ കുറിച്ചൊന്നും വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ കരുതി വെച്ചിരിക്കുന്ന മതത്തിങ്ങനെ കുറെ ആളുകൾ കുറ്റം പറയുന്നുണ്ടല്ലോ, ആ ഒരു കോൺഫിഡൻസും. അല്ലാതെ എന്താണ് എത്തീസം എന്നോ എത്തീസത്തിന് എന്താണ് മുന്നോട്ട് വെക്കാനുള്ളതെന്നോ എത്തീസം എന്താണ് മുന്നോട്ട് വെച്ചിട്ടുള്ളതെന്നോ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ധാരണ ഇല്ലാതെയാണ് ശരിക്കും അന്ധമായി ഇവർ ഇതിന് പിറകിൽ ഉണ്ടായിരുന്നത് എന്നുള്ള ഏറ്റവും തെളിയിക്കുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും ഈ ഒരു ഇന്റലക്ച്വൽ ഡിബേറ്റ്സ് ഉണ്ടായതുകൊണ്ട് സംഭവിച്ചിട്ടുള്ള. പ്രത്യേകിച്ച് പിന്നെ ക്ലബ് ഹൗസ് പോലുള്ള പുതിയ സംവിധാനങ്ങളൊക്കെ വന്നതോടുകൂടെ മുസ്ലിങ്ങളെ ഈ രംഗത്ത് കോൺഫിഡന്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അതുവരെ ചെയ്തിരുന്നത് പിന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് വീഡിയോ ചെയ്യുക, എന്നിട്ട് മതം തേങ്ങയാണ് മാങ്ങയാണ് ടൈപ്പിലുള്ള നെറേറ്റീവുകളെ ആവർത്തിച്ച് തിരിച്ചും മറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള വളരെ ബാലിശമായിട്ടുള്ള ഒരു സാധനം. അതിൽ നിന്ന് മാറിക്കൊണ്ട് ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഡിബേറ്റ്സിലോട്ട് വന്നതോടുകൂടെ നാസ്തികതയ്ക്ക് എന്തെങ്കിലും ഒരു ഇന്റലക്ച്വൽ സ്റ്റാൻഡേർഡ് ഉണ്ട് എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥ അവർക്ക് ഉണ്ടായി. നാസ്തികത വെച്ചുകൊണ്ട് ഒരു പിന്നെ മുസ്ലിമിനെ അഭിമുഖീകരിക്കാൻ കഴിയില്ല എന്ന് എനിക്ക് തന്നെ ഉണ്ടായ ഒരു രസകരമായിട്ടുള്ള ഒരു കാര്യം. നാസ്തിക സംഘടനയുടെ വലിയ ലീഡറായിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹം ഒരു ഇന്റർവ്യൂ വേണമെന്ന് പറഞ്ഞു, അദ്ദേഹമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്ലാമിനെ കുറെ പിന്നെ കൗണ്ടർ ചോദിച്ചു. തിരിച്ച് നമ്മൾ എത്തീസവുമായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ട് നമ്മൾ ഒരൊറ്റ ചെറിയൊരു കാര്യം ചോദിക്കുന്നുള്ളൂ. എത്തീസത്തിന് നിങ്ങൾ എങ്ങനെയാണ് അത് റാഷണലി ജസ്റ്റിഫൈ ചെയ്യുക? അപ്പോൾ ഗോഡ് ഇല്ല എന്ന് നിങ്ങൾ പറയുന്നു. ഒരു മനുഷ്യൻ അറിയുമ്പോഴാണല്ലോ അത് പറയാൻ കഴിയുള്ളൂ. ഹൗ ഡു യു നോ ദാറ്റ് എന്ന് പറയുമ്പോൾ അവരാണ് എത്തീസം പോയി തൊലയട്ടെ, എത്തീസത്തെ കുറിച്ച് എന്തിനു പറയുന്നു, എത്തീസം എന്ന് പറയുന്നത് നശിച്ചു പോട്ടെ, അതിനെക്കുറിച്ച് മുണ്ടി പോരുതെന്ന് പറയുന്ന ഒരു ഗതികേടിലോട്ട് അവർ പോയി എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ്, ഇതിലും വലിയൊരു ദുരന്തത്തിലോട്ട് മരണത്തിലോട്ട് ഈ അടുത്ത് വേറെ ഏതെങ്കിലും ഒരു ആശയത്തിന് പോകാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് വലിയ സംശയമാണ്. പിന്നെ അന്താരാഷ്ട്ര തലത്തിലോട്ട് പോയി കഴിഞ്ഞാൽ അതിലും രസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് മുമ്പേ മരിച്ചു കഴിഞ്ഞ ഒരു ആശയമാണെന്ന് മാത്രമല്ല, ശരിക്കും നാസ്തികർ ഇപ്പൊ എങ്ങനെ അതായത് ഈ മറ്റു മതങ്ങളിൽ നിന്ന് വിഭിന്നമായിക്കൊണ്ട് നമുക്കൊരു മതമായി മാറാതെ നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ള ബോധം ശരിക്കും നാസ്തികർക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ ഒരു പുസ്തകം തന്നെ ഈ പേരിൽ എഴുതപ്പെട്ടിട്ടുള്ള ആലൻഡേ ബോട്ടോ എന്ന് പറയും. വലിയ ചിന്തകനാണ്, നാസ്തികനാണ്, എല്ലാമാണ്. അദ്ദേഹത്തിന്റെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബുക്കിന്റെ പേര് തന്നെ റിലീജിയൻ ഫോർ എത്തീസ്റ്റ് എന്നാണ്, നാസ്തികർക്കായിട്ടുള്ള മതം. എന്നിട്ട് അതിൽ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു നാസ്തികർ, ന്യൂ എത്തീസത്തിന്റെ വെയിവായിരുന്നല്ലോ 2000 ആ സമയത്തിന്റെ ഒക്കെ തുടക്കത്തിലൊക്കെ, അത് കഴിഞ്ഞു, അത് ന്യൂ എത്തീസം എന്ന് പറഞ്ഞു. ഇപ്പൊ അദ്ദേഹം പറയുന്നൊരു കാര്യം എത്തീസം 2.0, അതൊരു പുതിയ വേർഷനാണ്. മനസ്സിലായില്ലേ? ആ ഒരു പുതിയ വേർഷനിൽ പറയുന്ന കാര്യം ഇതാണ്, നമ്മൾ എന്തൊക്കെ ദൈവമില്ല എന്ന് വെറുതെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ, എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവും? അതുകൊണ്ട് ഉണ്ടാവില്ല. അപ്പോ മനുഷ്യനെ മതത്തിലോട്ട് നയിക്കുന്ന എല്ലാ സാധനവും നമ്മളങ്ങോട്ട് ഹൈജാക്ക് ചെയ്യണം. അതെന്തൊക്കെയാണ്? ഈ പറഞ്ഞ പോലെ മതം ഉണ്ടാക്കുന്ന ഒരു കമ്മ്യൂണൽ ബോണ്ടിങ് ഉണ്ട്, നമുക്കൊക്കെ ഇടയിൽ ഉണ്ടാക്കുന്ന ബന്ധമുണ്ട്. അപ്പൊ അത് നിരീക്ഷിച്ചിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, നമ്മൾ നാസ്തികർക്ക് നാളെ മുതൽ ഇതുപോലുള്ള ചർച്ചുകളും പള്ളികളൊക്കെ വേണം, നമുക്ക് ഇങ്ങനെ ചേർന്നിരിക്കാനുള്ള സാധനങ്ങൾ വേണം. അതുപോലെ തന്നെ മതത്തിൻ്റെതായിട്ടുള്ള കൽപ്പനകൾ അല്ലെ, അത് വളരെ എഫക്റ്റീവായിട്ടുള്ള സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട് മനുഷ്യരിലെ. അപ്പൊ ഇവർ പറയുന്നൊരു കാര്യം, അതിനെ നമ്മൾ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ഇത്തരം ചർച്ചകളിലൊക്കെ ഇങ്ങനെ മതത്തിൻ്റെതായിട്ടുള്ള കൽപ്പനകൾ പറയുക, എന്നിട്ട് മതത്തിൻ്റെതായിട്ടുള്ള ആഘോഷങ്ങൾ, ആനന്ദങ്ങൾ, ഇങ്ങനെ എല്ലാ മതത്തിൻ്റെതായിട്ടുള്ള ഹൈജാക്ക് ചെയ്യുക. പിന്നെ നവനാസ്തികതയുടെ വലിയ ചിന്തകനായി പറയുന്ന മറ്റൊരു വ്യക്തിയാണ് സാം ഹാരിസ്. അദ്ദേഹം ഇപ്പൊ നവനാസ്തികതയുടെ 4 കുതിരക്കാരെന്നറിയപ്പെടുന്നതിൽ ആരെങ്കിലും ഒരാൾ ആക്റ്റീവായിട്ട് പ്രധാനമായിട്ട് രംഗത്തുണ്ടെങ്കിൽ അത് സാം ഹാരിസ് ആണ്. സാം ഹാരിസ് ഈ രംഗത്ത് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതരഹിതമായി കൊണ്ട് എങ്ങനെ ആത്മീയത വികസിപ്പിച്ചെടുക്കാം, അതാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന റിസർച്ച് മുഴുവൻ അതാണ്. അപ്പൊ ഞാൻ ഈ രംഗത്ത് നോക്കുമ്പോൾ കാണുന്നൊരു സംഗതി ഇതാണ്, അവർക്ക് പള്ളികൾ വേണം, ധാർമ്മിക കൽപ്പനകൾ വേണം, പിന്നെ ആത്മീയത വേണം, അങ്ങനെ തുടങ്ങിയിട്ട് മതത്തിൻ്റെതായിട്ടുള്ള എല്ലാം വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇവർക്ക് മതത്തിക്ക് ഒന്നുകൂടെ ഇവരെ അപ്പുറത്തേക്ക് മാറി നിൽക്കുക, എന്നിട്ട് മതം അതാണ് എന്താണെന്ന് പറയാ, എന്നിട്ട് ഞങ്ങൾക്ക് മതം വേണമെന്ന് അവസാനത്ത് എല്ലാ ബുദ്ധിജീവികളും പോകുന്നത്, ഞങ്ങൾക്ക് മതമില്ലാതെ നടക്കൂല, സമാധാനം ഉണ്ടാവില്ല. പിന്നെ സ്പിരിച്വാലിറ്റിയൊക്കെ ബന്ധപ്പെട്ടിട്ട് മതം ഒരു അനിവാര്യ ഘടകമാണ് എന്നുള്ള ബോധത്തിലോട്ടാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. മതമില്ലാതെ അല്ലെങ്കിൽ മതത്തെ എതിർത്തു കൊണ്ട് വന്നിട്ട് അവസാനം മതത്തിൽ അവസാനിക്കേണ്ടി വരുന്ന ഒരു ഗതികേട് ശരിക്കും നവനാസ്തികത എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്.
അപ്പൊ കേരളത്തിൽ ഈ ഗതികേട് നേരത്തെ പറഞ്ഞ പോലെ നാസ്തികതയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ആളില്ല എന്നുള്ളൊരു ഗതികേട് ഉണ്ടായിട്ടുണ്ട്. ആകെപ്പാടെ ഈ മതവിരോധം വരാം, അതിനിപ്പോ നാസ്തികയുടെ ആവശ്യമില്ലല്ലോ. അതിപ്പോ നമുക്കറിയാം അവിടെ ആരൊക്കെയാണ് എന്ന് മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പൊതുവിൽ ഇതാണ് എത്തിയിസം ഈസ് ഫിനിഷ്ഡ്. പൊതുവെ പറയുന്ന മതത്തെ എതിർത്തുകൊണ്ട് മതത്തെ തന്നെ അവസാനിക്കേണ്ടി വരുന്ന, അതിലേക്ക് തന്നെ തിരിച്ചെത്തേണ്ടി വരുന്ന, അല്ലെങ്കിൽ മതം ഉൾക്കൊള്ളുന്ന ഈ ഒരു സാമൂഹികമായിട്ടുള്ള അവസ്ഥയെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഒരു വല്ലാത്തൊരു പവറിലേക്ക് തന്നെ എത്തേണ്ട ഒരു അവസ്ഥയാണ് ഈ സമൂഹത്തിലുള്ള ഒരു ഐഡിയോളജി നിലക്ക് എത്തീസം എത്തുന്ന ഒരു അവസ്ഥ. പക്ഷെ ആൾക്ക് നേരത്തെ പറഞ്ഞൊരു കാര്യം, ഈ എത്തീസത്തെ എത്തീസത്തിന്റെ നേതാക്കളായിട്ട് സ്വയം അവതരിക്കപ്പെടുന്ന ആളുകൾ തന്നെ എത്തീസത്തെ പേറാൻ മടിക്കുന്നൊരവസ്ഥ. ഇപ്പോ നമുക്കറിയാം, അന്ന് ജബ്ബാർ മാഷ് ഇതുപോലെ ഒരവസരത്തിൽ ക്ലബ് ഹൗസ് ഡിസ്കഷനിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് ഈ രീതിയിൽ ദൈവവുമായി ബന്ധപ്പെട്ട ഒരു ആർഗ്യുമെന്റിനെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്കറിയാം എത്തീസം ഈസ് ബേസ്ഡ് ഓൺ ദൈവവുമായി ബന്ധപ്പെട്ട ആർഗ്യുമെന്റുകളിലാണ് അത് ബേസ് ചെയ്തിരിക്കുന്നത്. കാരണം ദൈവമില്ല എന്ന ഒരു വാദമല്ലാതെ എത്തീസ്റ്റിന് ഒന്നും മുന്നോട്ട് വെക്കല്ല അടിസ്ഥാനപരമായിട്ട്. അപ്പൊ ഒരാളെ എത്തീസ്റ്റ് ആണെന്ന് പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾക്ക് ഉണ്ടാവേണ്ട അടിസ്ഥാന ബോധ്യം എന്താണ്? ദൈവമില്ല എന്ന് ഞാൻ എന്തുകൊണ്ട് പറയുന്നു എന്ന് ബാക്കിയുള്ള ആളെ കൺവിൻസ് ചെയ്യാനുള്ള ഒരു കഴിവാണ്, അല്ലെങ്കിൽ അത് പറയാനുള്ള ഒരു തയ്യാറെടുപ്പെങ്കിലും ഉണ്ടാവേണ്ടതുണ്ട്. പക്ഷെ ഇത് കഴിയാത്തൊരവസ്ഥയിൽ അദ്ദേഹം പറയാണ്, ഞാൻ അങ്ങനെ എത്തീസ്റ്റ് ഒന്നുമല്ല, ഞാൻ നിരീശ്വരവാദി ഒന്നുമല്ല, ഞാൻ നിരല്ലാഹുവാദിയാണ്. എനിക്ക് അള്ളാഹുവിനോട് മാത്രമേ എതിർപ്പുള്ളൂ, അള്ളാഹുവാണ് എനിക്ക് പ്രശ്നമുള്ളൂ, അല്ലാതെ ദൈവം എന്ന് പറയുന്ന വിഷയത്തെ ഞാൻ പഠിച്ചിട്ടേയില്ല, ചർച്ച ചെയ്യുന്നതല്ല, ഞാൻ നിരല്ലാഹുവാദിയാണെന്നുള്ളതാണ്. അതേപോലത്തെ ഇപ്പോ നേരത്തെ പറഞ്ഞ ഷാവുൽക്കയുമായി ബന്ധപ്പെട്ട് സംവാദം നടത്തിയ ഒരു മുതിർന്ന എത്തീസിന്റെ നേതാവ് അദ്ദേഹം പറയുന്നത്, എത്തീസം പോയി തൊലയട്ടെ, ഞാൻ അതുമായി ബന്ധപ്പെട്ട ചർച്ചക്കില്ല. കാരണം എന്താ, എനിക്കതിനെ പേറാൻ വയ്യ. അപ്പൊ എത്തീസത്തെ ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥയാണ് കാണാൻ കഴിയുക. അപ്പൊ ഈ പല സന്ദർഭങ്ങളിലും ഇവര് ഏറ്റിക്കൊണ്ട് നടക്കുന്ന ഈ എത്തീസം അല്ലെങ്കിൽ ഈ നിരീശ്വരവാദം എന്ന് പറയുന്ന കാര്യം, അത് ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് എന്താണ്? അഥവാ ഒരു ഇമ്പാക്ട് സമൂഹത്തിൽ ഉണ്ടാക്കുന്നില്ലേ? അഥവാ പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ടോ, അതോ നെഗറ്റീവ് ഇമ്പാക്ട് ആണ് ഉണ്ടാക്കുന്നത്? എങ്ങനെയാണ് അതിനെ വായിക്കാൻ പറ്റുന്നത്? യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ലോകത്ത് ഒരുപാട് ആശയങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അവരവരുടേതായ ഒരുപാട് പ്രൊഡക്റ്റീവായിട്ട് ഇന്ന രീതിയിൽ നിങ്ങൾ ജീവിച്ചാൽ ഇന്ന രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. നാസ്തികത നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്കറിയാം, ചില ആശയങ്ങളൊക്കെ ന്യൂട്രലാണ്, അത് ലോകത്തിന് ഒന്നും സംഭാവന നൽകുന്നില്ല. നാസ്തികതയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നാസ്തികത ഡിസ്ട്രക്റ്റീവ് ആണെന്നുള്ളതാണ്. നാസ്തികത മനുഷ്യനെ നശിപ്പിക്കുന്ന തരത്തിലാണെന്നുള്ളതാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതിൻ്റെ കാരണം, ഇന്ന് നാസ്തികർ ഉയർന്നു വരുന്നില്ല. ഇവർ പലപ്പോഴും പറയും എക്സ് മുസ്ലിംസ് കൂടുന്നു, അല്ലെങ്കിൽ വിശ്വാസത്തിൽ നിന്ന് പോകുന്നു എന്ന് പറയും. എന്നാൽ അതേ സമയത്ത് തന്നെ അവർ പറയും നിങ്ങൾ ഒരു വലിയ സമൂഹത്തിൻ്റെ, ഒരു മതസമൂഹത്തിൻ്റെ ഇടയിലാണ് ജീവിക്കുന്നത്, അതുകൊണ്ട് നിങ്ങളെ പേര് പറയരുത് എന്നൊക്കെ പറയും. എന്ന് വെച്ചാൽ അവർ പേര് പറയരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം അവരത്ര എണ്ണം മാത്രമേ വരുന്നുള്ളൂ. നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള ഒരു വളർച്ചയൊന്നും അവർക്ക് വരുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ളത് കൊണ്ട് തന്നെ മാത്രമല്ല, അതിൻ്റെ കൂടെ അവർ ഒന്ന് വളർന്നു വരുമ്പോഴേക്കും അവർക്കിടയിൽ വിഭാഗീയത ഉണ്ടാകുന്നു, അവർ സ്പ്ലിറ്റാകുന്നു, പരസ്പരം തെറിയഭിഷേകം എന്ന് തന്നെ പറയാം. ഇങ്ങനെ വരുന്നതോടുകൂടി ഇവർ ഒരു ഐക്യപ്പെടുന്നില്ല. അങ്ങനെ ഐക്യപ്പെടാതിരിക്കുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ പലപ്പോഴും ഇവരുടെ ആശയങ്ങളുടെ അപകടങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. അപ്പോൾ ഇവിടെ പലപ്പോഴും നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ധാർമ്മികതയാകട്ടെ, മറ്റാശയങ്ങളാകട്ടെ, ഇതെല്ലാം തന്നെ പലപ്പോഴും നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ധാർമ്മികതയുടെ കാര്യം നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ നമുക്കറിയാം, അവർ ഇപ്പോൾ ഇന്നത്തെ പ്രസംഗങ്ങളിലൊക്കെ സൂചിപ്പിക്കപ്പെട്ടു കൺസെൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, അതേപോലെ തന്നെ ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, ഈ സമയത്തെല്ലാം തന്നെ എങ്ങനെയാണ് തങ്ങൾ ജീവിക്കേണ്ടത് എന്ന് പോലും ഒരു വ്യക്തതയില്ലാത്ത വിധത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അവർ നാസ്തിക സമൂഹത്തിൽ തന്നെ അവർക്കിടയിൽ ഓരോ വിഷയങ്ങൾ വരുമ്പോഴും എങ്ങനെയാണ് തങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത്. ഇത് പലപ്പോഴും ഒരു ഡിസ്ട്രക്റ്റീവായ ഒരു സ്വഭാവമാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂടെ നേരത്തെ ഇപ്പോൾ സമത് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ആലോചിച്ചത്. നമ്മുടെ ആ ഒരു പാനൽ ഉണ്ടല്ലോ, ക്ലബ് ഹൗസിൽ ഒരു ഡിസ്കഷൻ പാനലിനിടയ്ക്ക് ഈ സംവാദത്തിൽ ഉണ്ടായിരുന്ന അദ്ദേഹം വരുന്നുണ്ട്.
അപ്പോൾ ഒന്നാമത് നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാസ്തികത നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇപ്പോൾ റാഷണാലിറ്റിയുടെ ഒക്കെ അങ്ങേറ്റം എത്തുമ്പോഴാണ് എത്തീസം ഇങ്ങനെ പുറത്തു വരുന്നതെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. എങ്കിൽ അതിന് എന്തെങ്കിലും ഒരു റേഷണൽ ജസ്റ്റിഫിക്കേഷൻ പറയാനുണ്ടോ, എന്തെങ്കിലും റേഷണൽ എവിഡൻസ് പറയാനുണ്ടോ എന്ന് നോക്കുമ്പോൾ ശരി അതില്ല, ഓക്കെ, അതൊരു പിന്നെ ഗതികേടായി കണ്ടുകൊണ്ട് നമുക്ക് വിടാം. പക്ഷെ പിന്നെ അവർ നേരെ പോകുന്നൊരു പിന്നെ നമ്മൾ പറയുന്ന ഒരു ആർഗ്യുമെന്റ് ഉണ്ട്. ശരി, അവർക്ക് അവരെ ഡിഫെൻഡ് ചെയ്യാൻ കഴിയുന്നില്ല. ദർ മസ്റ്റ് ബി എ ഗോഡ്. പടച്ചോനില്ലാതെ ഇതുപോലൊരു ലോകം സാധ്യമല്ല. ഒരു ലോജിക്കൽ നെസസിറ്റിയാണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഒരു ഫിലോസഫേഴ്സിന് ഡിബങ്ക് ചെയ്യാൻ കഴിയാത്ത രൂപത്തിലുള്ള ആർഗ്യുമെന്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പാശ്ചാത്യ ലോകത്തൊക്കെ ആ രൂപത്തിലുള്ള സംവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ ഇദ്ദേഹത്തോട് മുമ്പത്ത് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം ലോജിക്കിനെ തന്നെ ഡിനൈ ചെയ്യാണ്. അവിടെ നമ്മൾ പിന്നെ അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, വട്ടത്തിലുള്ള ഒരു ത്രികോണം സാധ്യമാണോ എന്നുള്ളത്. അത് പിന്നെ ലേശം ലോജിക്കല് പിന്നെ ആ രൂപത്തിൽ അറിവുള്ള ആളുകൾ പറയുക അത് സാധ്യമാണ്. കാരണം അത് ഒരു ലോ ഓഫ് നോൺ കോൺട്രഡിക്ഷൻ എന്ന് പറയും. ഒരു ഇന്റേണൽ കോൺട്രഡിക്ഷൻ ഉള്ള ഒരു സാധ്യം നിലനിൽക്കുക സാധ്യമല്ല. അപ്പൊ ഒന്നില്ലെങ്കിൽ അത് വട്ടമായിരിക്കണം, അല്ലെങ്കിൽ ത്രികോണമായിരിക്കണം. പിന്നെ 3 കോണുകളുള്ള പിന്നെ വൃത്തം എന്ന് പറയുന്നത് സാധ്യമല്ല. അപ്പൊ അതൊരു ലോജിക്കൽ നെസസിറ്റിയാണ്. ആ ലോജിക്കൽ നെസസിറ്റിനെ നിഷേധിക്കുന്ന ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുക്തിയെ നിഷേധിക്കുന്ന മനുഷ്യനാണ്. അതിന് ഇപ്പൊ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സാധനമാണ് ഈ ലോ ഓഫ് നോൺ കോൺട്രഡിക്ഷൻ എന്നുള്ളത്. ബാക്കിയുള്ള ചെറിയ യുക്തി നിഷേധിക്കുന്നതൊക്കെ പോട്ടെ എന്ന് വെക്കാം. ഈ ബേസിക് ആയിട്ടുള്ള യുക്തിനെ പോലും നിഷേധിക്കുന്ന വ്യക്തി ഇവിടുത്തെ കേരള യുക്തിവാദി സംഘത്തിന്റെ പതിറ്റാണ്ടുകൾ പ്രവൃത്തി വരിച്ചുള്ള വലിയ നേതാവാണെന്നുള്ളതാണ്. ശരിക്കും പിന്നെ അതിലും വലിയൊരു വൈരുദ്ധ്യം എന്ന് വേറെ കാണാനില്ല. അഥവാ അവർ പറയുന്ന ദൈവമില്ലാവാദിന് തെളിവ് വരാണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതില്ല. ഇനി നമ്മൾ പറയുന്നവരെ ഗണ്ണിക്കാൻ അവർക്ക് കഴിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അവർ ചെയ്യുന്നത് ലോജിക്കിനെ തന്നെ എടുത്ത് നിഷേധിച്ച് തള്ളുകയാണ്. അപ്പൊ ഇനി എന്തിനാ യുക്തിവാദി എന്ന് വിളിക്കുന്നതിന് പിന്നെ എന്ത് പ്രസക്തിയാണുള്ളതെന്നുള്ളത് അതിലും വലിയൊരു വൈരുദ്ധ്യം വേറല്ലല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള കുറെ വൈരുദ്ധ്യങ്ങൾ കാണാന്നുള്ളതാണ് ഇവരുമായിട്ടുള്ള സംവാദങ്ങളിൽ, അല്ലേ? പിന്നെ മറ്റൊന്ന്, അടിസ്ഥാനപരമായി ഇപ്പോൾ ഷാവുൽ പറഞ്ഞ പോലെ ദൈവമില്ല എന്നുള്ള വാദമാണ് അവർ മുന്നോട്ട് വെക്കുന്നൊരു ആശയം. അടിസ്ഥാനപരമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദൈവമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഈ ലോകത്ത് എന്ത് നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത്? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ചെറിയ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ആശുപത്രി കിടക്കുന്ന ഒരാൾ, ഇയാൾ ക്യാൻസർ പേഷ്യൻ്റാണ്. ഇയാൾ വേദന അനുഭവിക്കുന്നു. നമുക്കറിയാം ഇസ്ലാമിൻ്റെ ഭാഗത്തു നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈ വേദന സഹിക്കുന്നതിനൊരു പ്രതിഫലമുണ്ട് എന്നൊരു പ്രതീക്ഷയുണ്ട്. ഈ ആൾ അടുത്ത് ചെന്നിട്ട് ഒരാൾ പറയണ ദൈവമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അയാൾക്ക് എന്ത് നേട്ടാണ് കിട്ടുന്നത്? അയാൾക്ക് ആ വേദന ഇനി എൻ്റെ ഈ ജീവിതം ഇതോടുകൂടി തീരുന്നു, എൻ്റെ ജീവിതം തീരുന്നത് തന്നെ ഒരുപാട് വേദന അനുഭവിച്ച് ഒരു ബാഡ് ലക്ക്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ട് എൻ്റെ ഭാഗ്യക്കേട് കൊണ്ട് സംഭവിച്ചതാണ് എന്നുള്ളൊരു നിരാശാബോധമാണ് യഥാർത്ഥത്തിൽ നാസ്തികത നൽകുന്നത്. എന്നാൽ ദൈവവിശ്വാസം നൽകുന്നതോ നേരെ തിരിച്ചാണ്. അവന് പ്രതീക്ഷകളാണ്. ഞാൻ ചെയ്തിട്ടുള്ള തിന്മകൾ ഇതിനാൽ ദൈവം പുറത്തു തരട്ടെ എന്ന ഒരു പ്രതീക്ഷയോടുകൂടി, അന്ന് പ്രാർത്ഥനയോടുകൂടിയായിരിക്കും അവന് മുന്നോട്ട് പോവുക. ഇതാണ് പലപ്പോഴും പറയുന്നത്, നിങ്ങൾ നാസ്തികത മുന്നോട്ട് വെക്കുന്നത് കൊണ്ട് ഈ ലോക ചരിത്രത്തിൽ, ഈ ലോകം ഉണ്ടായത് മുതൽ എന്തെങ്കിലും ഒരു നേട്ടം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ് നമ്മൾ നാസ്തികരോട് ചോദിക്കുന്നത്. അത് പിന്നെ വട്ടപൂജ്യം എന്ന് മാത്രമേ അവർ ഉത്തരം പറയാ. യഥാർത്ഥത്തിൽ അവരെ കൊണ്ട് ഉപദ്രവങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം. ജസ്റ്റ് ഒരു കാര്യം ഇടപോലെ ഷുക്കൂർക്ക് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു സാധനമാണ്. അപ്പൊ പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് ഈ ആരോഗ്യമുള്ള സുഖലോലുപരായിട്ടുള്ള പുരുഷന്മാർക്ക് മാത്രം പറ്റിയൊരു സാധനമാണ് ഈ എത്തീസ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? കാരണം ലൈഫിൽ ഇപ്പോൾ ഫുൾ പെയിന് മാത്രം അനുവദിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇനി അവൻ ഉണ്ടാവാൻ പോകുന്നതാണ് ഇപ്പൊ ഷുക്കൂർക്ക പറഞ്ഞ പോലെ പെയിൻ പ്ലസ് പെയിൻ എന്നുള്ളതാണ് അവസാനം ഡെത്ത് എത്തുന്നത്. അപ്പോൾ മാത്തമാറ്റിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലാസ്റ്റ് വരാനുള്ള പെയിനിനെ കുറച്ചുകൂടെ നേരത്തെ ആക്കിയിട്ട് സൂയിസൈഡ് ചെയ്യുന്നതാണ് ഒരു എത്തീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു റാഷണൽ പൊസിഷനായിട്ട് അവിടെ പിന്നെ ഉണ്ടാവാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ രൂപത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു എത്തീസ്റ്റായിട്ട് തുടർന്നു പോകാൻ കഴിയില്ല എന്നുള്ളൊരു വളരെ ജീവിതത്തെ സംബന്ധിച്ച് ഏറ്റവും നിരാശാജനകമായിട്ടുള്ള ഒരു സാധനത്തിലാണ് അതുകൊണ്ട് എത്തിക്കുക. അപ്പൊ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ആശയം കൊണ്ടും പ്രത്യശാസ്ത്രം കൊണ്ട് ആ ജീവിതത്തിന് എന്തെങ്കിലും ഒരു മേന്മ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് പോയി മരിക്കാൻ പറയുന്ന ഒരു ആശയം, മരിക്കാൻ റാഷണാലിറ്റി നിൽക്കുന്ന ഒരു ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് അതുകൊണ്ടായിരിക്കാം നമ്മൾ പാശ്ചാത്യ ലോകത്ത് കണക്കുകളൊക്കെ നോക്കുമ്പോൾ സൂയിസൈഡ് റേറ്റിലൊക്കെ ഇത്തരം എത്തീസ്റ്റുകളുടെ ഇടയിൽ സൂയിസൈഡാലിറ്റി, ഡിപ്രഷൻ, ആങ്സൈറ്റി അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഭയങ്കര കൂടുതലാകുന്നുണ്ട് എന്നുള്ളത് ശരിക്കും ഇതുമായിട്ടൊരു ബന്ധം ഉണ്ട് എന്നുള്ളതാണ്, അല്ലേ? ഇവിടെ ഷാഹുൽക്കും അതുപോലെ ഷുക്കൂർക്കും പറഞ്ഞ പോയിന്റുകളോട് ആഡ് ചെയ്യാൻ ഒരു കാര്യമാണ്. ഒന്ന്, ഈ നാസ്തികതയുടെ
വിജയപരാജയങ്ങളെ കുറിച്ച് നമ്മൾ അപഗ്രഥിക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു സംഭവമാണ്. സംഭവം ഇങ്ങനെയാണ്: ഒരു ഭാര്യയും ഭർത്താവും റോഡിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഭർത്താവിന് എന്തോ ദേഹാസ്വസ്ഥ്യം വരികയും അങ്ങനെ ഭർത്താവ് നിലത്ത് വീഴുകയാണ്. അങ്ങനെ നിലത്ത് വീണപ്പോൾ ആ ഭാര്യ അടുത്തുള്ള ഒരാളോട്, അടുത്ത് കണ്ട ഒരു ജെന്റിൽമാനോട് സഹായം ചോദിക്കുകയാണ്. എൻ്റെ ഭർത്താവ് മരണവെപ്പാളത്തിലാണ്, സഹായിക്കണം, നിങ്ങൾ ഡോക്ടറാണെന്ന് ചോദിക്കണം. അപ്പോൾ ആൾ ഞാൻ ഡോക്ടറാണെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടറാണെന്ന് പറഞ്ഞപ്പോൾ മരണവെപ്രാളത്തിലാണ് എൻ്റെ ഭർത്താവ്, അദ്ദേഹത്തിനെ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഡോക്ടറാണ്, പക്ഷേ മെഡിക്കൽ ഫീൽഡിലല്ല, ഞാൻ ഡോക്ടറേറ്റ് എടുത്ത് അങ്ങനെ ഡോക്ടറാണ്. അപ്പോൾ മരണവിപ്രാളത്തിലുള്ള എന്നോടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്, മരണവിപ്രാളത്തിലുള്ള എൻ്റെ ഭർത്താവിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് ഒരു ആവശ്യം പറയുമ്പോൾ നിങ്ങൾ എന്നോട് ഇങ്ങനെ പറയണമെന്ന് ചോദിച്ചപ്പോൾ അയാൾ ചോദിച്ചത് അയാൾ ശരിക്കും ജീവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. കാരണം അയാൾ ഒരു തത്വശാസ്ത്രജ്ഞനായിരുന്നു. അപ്പൊ ആ രീതിയിലാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. ഒരാൾ മരണവിപ്രാളത്തിലാകുമ്പോൾ അയാൾ ആദ്യം ജീവിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ നാസ്തികതയെ നമ്മളൊന്ന് പരിശോധിക്കാൻ ശ്രമിക്കുമ്പോൾ നാസ്തികത ആദ്യം ജീവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. കാരണം നാസ്തികത തുടങ്ങുന്നത് തന്നെ ഒരു നിഷേധ മനോഭാവത്തിൽ നിന്നാണ്. ഒരു കാര്യമില്ല എന്ന് ആദ്യമേ ഒരു മുൻധാരണ വെച്ചുകൊണ്ട് കാര്യങ്ങൾ വിലയിരുത്താൻ ശ്രമിക്കുകയാണ് നാസ്തികത ചെയ്യുന്നത്. അപ്പൊ സത്യത്തിൽ നാസ്തികത ജീവിച്ചിട്ടുണ്ടോ, ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ, അതും കൂടി നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ജീവിച്ചാലല്ലേ പിന്നെ മരണത്തിന്റെ ഒരു വിഷയം വരുന്നുള്ളൂ. അപ്പോ നാസ്തികതയുമായി ബന്ധപ്പെട്ട അങ്ങനത്തെ ഒരു കാര്യം കൂടിയുണ്ട്. പിന്നെ ഇവിടെ ശുക്കൂർക്ക പറഞ്ഞ ചില കാര്യം, നാസ്തികത എന്താണ് നൽകിയത് എന്നതാണ്. നാസ്തികരുടെ ഒരു സ്വപ്നം, നാസ്തികതയുടെ വക്താക്കളാണ് എന്ന് പറഞ്ഞു നടക്കുന്നവരുടെ സ്വപ്നം ലോകത്തെ മുഴുവൻ മതരഹിതമായ ഒരു പറുദീസയാക്കണം, സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ, സ്വാതന്ത്ര്യത്തിന്റെ പറുദീസയാക്കണം എന്നൊക്കെയാണ്. പക്ഷേ തിയററ്റിക്കലായിട്ട് അവർക്കൊന്നും നൽകാനില്ല എന്നുള്ള പറഞ്ഞു കഴിഞ്ഞു. അവർക്കൊന്നും നൽകാനില്ല. അങ്ങനെയെങ്കിൽ തിയററ്റിക്കലായിട്ട് ഒന്നും നൽകാൻ കഴിയില്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് അവർക്ക് എന്ത് മാറ്റാണ് സമൂഹത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നത്? ഒരു ഏറ്റവും കുറഞ്ഞത് തിയററ്റിക്കലായിട്ടെങ്കിലും എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണ്ടേ? അതുപോലും ഇല്ലാത്തവർക്ക് സമൂഹത്തിൽ എന്ത് പ്രൊഡക്ടിവിറ്റിയാണ് ഉണ്ടാക്കാൻ കഴിയുക? അപ്പൊ ഇവരുദ്ദേശിക്കുന്നത്, സമൂഹത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഈ പറുദീസ് ഒരിക്കലും പ്രായോഗികമല്ല. ഇവരുടെ തന്നെ കാഴ്ചപ്പാട് ഇവർ സ്വയം വിശകലനം ചെയ്താൽ മതി. സ്വന്തം ആശയം എന്താണ് നൽകാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് പലപ്പോഴും ഇവർക്ക് തന്നെ ഒരു കൃത്യമായ ബോധ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പലപ്പോഴും മതരഹിതരായിട്ടുള്ള ആളുകളുടെ സംസാരങ്ങൾ കേൾക്കുമ്പോൾ അവർ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് നേടാൻ അവർക്ക് കഴിയില്ല എന്നത് കാര്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് അവർക്കില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവരുടെ സംസാരങ്ങൾ വിലയിരുത്തിയാൽ നമുക്കത് മനസ്സിലാകും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് ആഡ് ചെയ്യാനുള്ളത്. നമ്മളിപ്പോൾ ആ കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ് നാസ്തികത എന്ന് വിവരിക്കാൻ അവർക്ക് സാധിക്കില്ല. അഥവാ ഞങ്ങൾ പറയുന്ന ആർഗ്യുമെന്റ് ഇതാണ്, ദൈവമില്ല എന്നാണ് ഞങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള പൊസിഷൻ. ഞങ്ങൾ അതിൽ നിന്നാണ് ഞങ്ങളുടെ വാദങ്ങൾ തുടങ്ങുന്നത്. അതെന്തുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് എന്ന് വിശദീകരിക്കാൻ അവർക്ക് സാധിക്കില്ല. എന്താണ് നാസ്തികത? സാധിക്കില്ല. എന്തിനാണ് നാസ്തികത എന്നും അവർക്ക് പറയാൻ പറ്റൂല. കാരണം നിങ്ങൾ നാസ്തികരായാൽ, നിങ്ങൾ നിരീശ്വരവാദികളായാൽ നിങ്ങൾക്ക് ഇതെല്ലാം ഉണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും, അല്ലെങ്കിൽ ഇന്ന ആവശ്യത്തിനാണ് നിങ്ങൾ നാസ്തികതയിലേക്ക് കടന്നു വരേണ്ടത്, അത് പറയാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല. ഈവൻ മരണവെപ്രാളത്തിൽ കടക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സിന് ശാന്തി നൽകാൻ പോലും നാസ്തികത എന്ന് പറയുന്ന ആശയത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അവ എന്താണെന്നറിയാത്ത, എന്തിനാണെന്നറിയാത്ത എന്തോ ഒരു വിചിത്രമായ ഒരു പ്രത്യേകതരം ആശയം. ഇവരെന്താണ് ഇവരുടെ പ്രചരണത്തിന് വേണ്ടി ചെയ്യുന്നത്? ഈ രണ്ടുമല്ല. എന്താണെന്ന് പറഞ്ഞുകൊണ്ട് ക്ഷണിക്കലുമല്ല, എന്തിനാണെന്ന് പറഞ്ഞുകൊണ്ട് ക്ഷണിക്കലുമല്ല. മറിച്ച് തങ്ങളല്ലാത്തവരെ തെറി പറയുക, വിമർശിക്കുക, അത് മാത്രമാണ് തങ്ങളുടെ ജോലി. അഥവാ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ വക്താക്കളുടെ ദാരിദ്ര്യം നമ്മൾ ആലോചിച്ച് നോക്കണം. അഥവാ അവർക്ക് അവരുടെ ആശയം പറഞ്ഞുകൊണ്ട് നിലനിൽക്കാൻ സാധിക്കുന്നില്ല. അപ്പോ അവരുടെ അതേ മേഖലകളിലുള്ള ബാക്കി ആശയങ്ങളൊക്കെ പ്രശ്നമാണ്. ഹിന്ദുയിസം ഭയങ്കര പ്രശ്നമാണ്, ക്രിസ്ത്യാനിറ്റിയിൽ ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത്ര അപകടമാണ്, അതുകൊണ്ട് നിങ്ങൾ നിരീശ്വരവാദികളാവുക. അല്ലാതെ നിരീശ്വരവാദത്തിന് ഇത് നൽകാനുണ്ട്, അല്ലെങ്കിൽ ഇതാണ് നിരീശ്വരവാദം, ഇതുകൊണ്ട് നിങ്ങൾ നിരീശ്വരവാദികളാവുക എന്ന് പറയാൻ അവർക്ക് സാധിക്കുന്നില്ല. ഈ വിമർശനം എന്ന് പറയുന്നത് ആർക്കും സാധിക്കുന്നതാണ്. ഇത് ദയവ് ചെയ്ത് നിരീശ്വരവാദ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന. വിമർശനം ചെയ്യുക എന്ന് പറയുന്നത്, വിമർശിക്കുക എന്ന് പറയുന്നത് എന്തോ അവരുടെ കയ്യിൽ ഉണ്ടായത് കൊണ്ടല്ല. ഉദാഹരണത്തിന് ദാനധർമ്മം എന്ന് പറയുന്ന ഒരു കർമ്മം, ദാനധർമ്മം ഏത് പ്രത്യയശാസ്ത്രത്തിൽ എടുത്താലും അവരൊക്കെ നല്ലൊരു കർമ്മമായി മനസ്സിലാക്കുന്ന ഒരു പ്രത്യേക പ്രവർത്തനമാണ്. അപ്പൊ ദാനധർമ്മത്തെ അങ്ങനെ ഒരു പ്രത്യേക തിയോളജിയും നേരിട്ട് എതിർക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ദാനധർമ്മത്തെ പോലും വേണമെങ്കിൽ എനിക്ക് വിമർശിക്കാം എന്നുള്ളതാണ്. കാരണം ഞാൻ എന്തിനൊരു പാവപ്പെട്ടവനെ സഹായിക്കണം,
ഞാൻ എൻ്റെ സമയം കളഞ്ഞ് എൻ്റെ പ്രവർത്തനക്ഷമത കൊണ്ട് നേടിയെടുത്ത സ്വത്ത് ഞാൻ എന്തിന് അതൊന്നും ചെയ്യാത്തൊരു വ്യക്തിക്ക് നൽകണം? അയാൾക്ക് എന്ത് അവകാശമാണുള്ളത്? ഞാൻ ഈ സമ്പത്ത് നൽകിയാൽ വീണ്ടും അയാളുടെ സാമ്പത്തിക സ്രോതസ് താഴുകയുള്ളൂ. ഇങ്ങനെ ഇവിടെ നിന്നൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് അയാൾ പണിക്കൊന്നും പോകില്ല, അല്ലെങ്കിൽ അയാളുടേതായിട്ടുള്ള സാമ്പത്തിക സ്രോതസ്സിന് തേടില്ല. അപ്പോൾ ദാനധർമ്മം തെറ്റാണ് എന്ന് വേണമെങ്കിൽ വിമർശിച്ച് സ്ഥാപിക്കാൻ സാധിക്കാം. അതുകൊണ്ട് ദാനധർമ്മം തെറ്റാവോ? അല്ലെങ്കിൽ ദാനധർമ്മം നിലനിൽക്കുന്ന ഒരു സ്ഥാനത്തേക്ക് ആ ദാനധർമ്മത്തെ ഒഴിവാക്കി കഴിഞ്ഞാൽ, വിമർശിച്ച് മാറ്റിക്കഴിഞ്ഞാൽ അവിടേക്ക് വേറെന്തെങ്കിലും തന്നെ വരുമോ? ഇല്ല. വിമർശിക്കുക എന്ന് പറയുന്നത്, ഡിനൈ ചെയ്യുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷെ അത് നിലനിൽക്കുന്ന ഒരു സ്ഥാനം, അത് ഉള്ള ഒരു അവസ്ഥ, അതിനെ മാറ്റിക്കഴിഞ്ഞാൽ എങ്ങനെയാവണമെന്ന മുൻധാരണയില്ലാതെ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാതെയുള്ള വിമർശനങ്ങൾ അത്യന്തം അപകടകരമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. ഇപ്പൊ ഈ നാസ്തികര് ഇതുമായി ബന്ധപ്പെട്ട് അവർ ഉന്നയിക്കുന്ന വാദങ്ങൾ പലതാണ്. അല്ലെങ്കിൽ തങ്ങൾ എന്തിൻ്റെയൊക്കെയോ വക്താക്കളാണ്, നേതാക്കളാണ് എന്ന് പറയുന്ന രീതിയിൽ ആ എന്തിൻ്റെയൊക്കെയോ എന്ന് പറയുന്നത് പലതാണ്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മളൊക്കെ പദങ്ങൾ വെച്ച് മാറാറുണ്ട്. ഇപ്പോൾ നിരീശ്വരവാദികൾ, നാസ്തികർ എന്നതിന് സമാന്തരമായി നമ്മൾ ഉപയോഗിക്കുന്ന പദമാണ് സ്വതന്ത്ര ചിന്തകർ. അഥവാ സ്വതന്ത്ര ചിന്തകരാണ് നാസ്തികർ എന്ന് അവർ തന്നെ ഉണ്ടാക്കി വെച്ച ഒരു പൊതുബോധം നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ യുക്തിവാദികളാണ് നിരീശ്വരവാദികൾ എന്ന് അവർ തന്നെ ഉണ്ടാക്കി വെച്ച ഒരു പ്രത്യേക അവസ്ഥ ഉണ്ട്. അപ്പൊ അത്തരം വാദങ്ങൾ അല്ലെങ്കിൽ അത്തരം സ്വയം അവർ ചെയ്യുന്ന ഡെഫിനിഷനുകൾ, ഞങ്ങൾ യുക്തിവാദികളാണ്, ഞങ്ങൾ സ്വതന്ത്ര ചിന്തകരാണ് എന്ന് പറയുന്ന കാര്യങ്ങൾ, അത് ശരിക്കും പ്രായോഗികമാണോ? അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള വാദങ്ങളിൽ അത് കൊണ്ടുവരുന്നുണ്ടോ? ഈ ഫ്രീ തിങ്കിങ് അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്ത അല്ലെങ്കിൽ യുക്തി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അവരുമായി എന്തെങ്കിലും ബന്ധമുള്ള കാര്യങ്ങളാണോ? ഒന്നാമത് ഇപ്പോ മൂസി നേരത്തെ സംസാരിക്കുമ്പോൾ പറഞ്ഞല്ലോ, അവർ മരിച്ചു എന്ന് പറയുന്നതിന് മുമ്പ് അവരെവിടെയെങ്കിലും ജീവിച്ചിരുന്നോ എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണെന്നുള്ള, അതൊരു വാലിഡ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. അവർ ജീവിച്ചിരുന്നു. ആ ജീവിച്ചിരുന്നു ഇതുപോലുള്ള കുറെ പദങ്ങളിൽ മാത്രമാണ്. അതായത് തങ്ങൾ സ്വതന്ത്ര ചിന്തകരാണ്, യുക്തിവാദികളാണ്, അങ്ങനെയുള്ള കുറെ മനോഹരമായ മധുരമുള്ള കുറെ ഡാഷ് 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 വാക്കുകൾ ഇങ്ങനെ നിരത്തി പറയുന്നു. പക്ഷെ ഇതൊക്കെ ആയിട്ട് ഇവർക്ക് എന്ത് ബന്ധമുള്ളതെന്നുള്ള ഒരു വളരെ വൈരുദ്ധ്യമായിട്ടുള്ള സാധനമാണ്. അതായത് കുറെ സ്വന്തമായ ഒന്നുമില്ലാതെ ആശയദാരിദ്ര്യം മാത്രം കൈമുതലായിട്ടുള്ള ഒരു വിഭാഗം, അവർക്ക് പിന്നെന്താ ചെയ്യാൻ കഴിയുക? ഇങ്ങനെ കുറെ മധുരമുള്ള വാക്കുകൾ പറയാം. അപ്പൊ ഇത് സത്യത്തിൽ ഇതിനൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകൾ ആകെ കാണുന്ന ഒരു സാധനം സ്വാതന്ത്ര്യ ചിന്ത, അതുപോലെ തന്നെ യുക്തിവാദം, അപ്പൊ ഇങ്ങനെ ബുദ്ധി അങ്ങനെയുള്ള സാധനമൊക്കെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണെന്ന് ഇപ്പൊ ആരിപ്പോ ആഗ്രഹിക്കാതെ. ഇപ്പൊ സ്കൂളിനൊക്കെ അറിയാലോ, നമ്മൾ പിള്ളേരൊക്കെ ഞാൻ നിന്നെക്കാൾ കുറച്ച് ഡിഫറെന്റ് ആണ്, ഞാൻ ആ ടൈപ്പ് ആണെന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഇത് കിട്ടും. അപ്പൊ അങ്ങനെയുള്ള കുറെ പിന്നെ ഒരു സ്വയം പൊങ്ങച്ച് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഉപയോഗിക്കാന്നല്ലാതെ എന്ത് റേഷണാലിറ്റിയാണ് ഇതുമായിട്ട് ഇവർക്ക് കണക്ട് ചെയ്യാനുള്ളത്? ഇപ്പൊ ഇവിടെ സ്വതന്ത്ര ചിന്തയുടെ കാര്യം പറഞ്ഞു. ലോകത്ത് സ്വതന്ത്ര ചിന്തയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരാശയം ഉണ്ടെങ്കിൽ അത് ഈ നാസ്തികത മാത്രമാണ് എന്ന് പറയുന്നത് നമ്മളല്ല. നമ്മൾ പറയാന്നുണ്ടെങ്കിൽ പിന്നെ ചുമ്മാ എന്തോ ആരോപണത്തിന് പറയുന്നതെന്ന് പറയാം. പിന്നെ നാസ്തികതയുടെ വലിയ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരിൽ എത്തീസത്തിൽ കാര്യം പണിയെടുക്കുന്ന വ്യക്തിയാണ് സാം ഹാരിസ്. സാം ഹാരിസ് ഈ രംഗത്ത് വലിയ വിശദമായിട്ട് ഒരു കൃതി തന്നെ, ഒരു റിസർച്ച് പേപ്പറല്ല, റിസർച്ച് പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്, ഫ്രീ വിൽ എന്നുള്ള പേരിൽ. അതിൽ നിരവധി കൊട്ടേഷൻസ് ഉണ്ട്. ഇപ്പൊ അതൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. എല്ലാത്തിലും അദ്ദേഹം പറയാൻ ശ്രമിക്കുന്ന കാര്യം ഇത് മാത്രമാണ്. മനുഷ്യൻ എന്ന് പറയുന്നത് മനുഷ്യന്റെ ചിന്തകൾ, ഇച്ഛകൾ, തീരുമാനങ്ങൾ ഇതെല്ലാം ഉണ്ടാവുന്നത് അവന്റെ നിയന്ത്രണത്തിൽ അല്ലാത്ത ബാക്ക്ഗ്രൗണ്ട് കോസസ് കാരണമായിട്ടാണ്, അല്ലേ? ഇപ്പൊ ഭൗതികത മാത്രമാണ് മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ മസ്തിഷ്കത്തിനകത്ത് നടക്കുന്ന ന്യൂറോൺ ഫയറിങ്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇലക്ട്രോ കെമിക്കൽ ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ ചില ജീനുകളുടെ സ്വാധീനം, ഇങ്ങനെ ഇതിലേതെങ്കിലും ഒന്ന് മനുഷ്യന്റെ സ്വാധീനത്തിലാണോ, നമ്മൾ നിയന്ത്രിക്കുന്നതാണോ? അല്ല. മറിച്ച് നമ്മുടെ നിയന്ത്രണത്തിന് അതീതമായിട്ടുള്ള ഭൗതികമായി നിലനിൽക്കുന്ന കാര്യകാരണങ്ങളാണ് നമ്മളുടെ തീരുമാനങ്ങളെ നിർമ്മിക്കുന്നത്, ഇച്ഛകളെ നിർമ്മിക്കുന്നത്, ഡിസിഷൻ മേക്കിങ്ങിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മനുഷ്യൻ എവിടെയെങ്കിലും ഫ്രീ വിൽ എന്നൊരു സാധനം ഭൗതികവാദത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയുമോ? ഇല്ല. കാരണം ഭൗതികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലനിൽക്കുന്ന മറ്റു ഭൗതികമായതിന്റെ ഉൽപ്പന്നം മാത്രമാണ് മനുഷ്യൻ. അതുകൊണ്ട് തന്നെ മനുഷ്യന് സ്വതന്ത്ര ഇച്ഛണ്ടെന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ പറയുന്ന ആളുകൾ പിന്നെ നേരെ കുറച്ചു കഴിഞ്ഞിട്ട് പറയുന്നത് ഞങ്ങൾ സ്വതന്ത്ര ചിന്തകരാണ് എന്ന് പറയുന്നതിന് വലിയ വൈരുദ്ധ്യമില്ല. അതാണ് വൈരുദ്ധ്യമുള്ള സാധനങ്ങളെ മാത്രം തെരഞ്ഞു പിടിച്ചിട്ട് അതിന്റെ ആളുകളാണ് ഞങ്ങൾ എന്ന് പറയുന്ന പോലത്തെ ഒരു വൈരുദ്ധ്യാത്മക ജീവികൾ പിന്നെ വേറെ ഉണ്ടാവും എന്നുള്ള തന്നെ സംശയമാണ്. അപ്പോ അതാണ് ഈ പിന്നെ സ്വതന്ത്ര ചിന്തയായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള പ്രശ്നം. അതിൽ ആ ഒരു പ്രശ്നം, അത് ഒരു പ്രശ്നമല്ല ശരിക്കും. സ്വതന്ത്ര ഇച്ഛ മനുഷ്യന് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അവിടെ ഉണ്ടാകാവുന്ന രണ്ടാമത്തെ പ്രശ്നം, ഒന്ന് ഈ സ്വതന്ത്ര ചിന്തകൻ എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, യുക്തിവാദികൾ എന്ന് പറയുന്നതിന് പിന്നെ അർത്ഥമില്ലാതാവും. കാരണം എന്താ,
മനുഷ്യൻ അങ്ങനെ യുക്തി ഉപയോഗിച്ചുകൊണ്ട് ഒരു കാര്യത്തെ സെലക്ട് ചെയ്യാനോ ഒരു കാര്യത്തെ സെലക്ട് ചെയ്യാതിരിക്കാനോ ഒന്നുള്ള ഒരു കപ്പാസിറ്റി ഇല്ല. കാരണം മനുഷ്യൻ ഇങ്ങനെ ഒരു ബയോളജിക്കൽ റോബോട്ടിനെ പോലെ പ്രവർത്തിക്കുന്ന ഒരു ഭൗതിക യന്ത്രം മാത്രമാണ്. പിന്നെ അവിടെയാണ് യുക്തികൾ. ഇപ്പൊ എന്റെ മൊബൈലിന് യുക്തി ഉണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കും? അതേ കണക്കിന് കുറച്ച് മൊബൈലിനേക്കാൾ കുറച്ചുകൂടെ സങ്കീർണമായി പ്രവർത്തിക്കുന്ന ഒരു മെഷീൻ മാത്രമാണ് മനുഷ്യൻ എന്ന് പറയുന്നതോടുകൂടെ യുക്തിക്ക് പിന്നെ അവിടെ സ്ഥാനമില്ല. പിന്നെ ഇവർ പറയുന്ന മാനവികവാദികൾ അല്ലേ, പിന്നെ ധാർമ്മികതയുടെ ഒക്കെ എന്തൊക്കെയോ ഇങ്ങനെ താനേ ഉണ്ടായിക്കോളും, പിന്നെ വേറെ ഒന്നും വേണ്ട, ഒക്കെ താനേ ഉണ്ടായിക്കോളും എന്നുള്ള. അപ്പോൾ അതിലുള്ള ഒരു പ്രശ്നം ഇതാണ്, മനുഷ്യന് ഒരു ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ഇല്ലെങ്കിൽ പിന്നെ ഒരു ധാർമ്മികമായ ഒരു കർമ്മത്തിന്റെ ഉത്തരവാദി മനുഷ്യനാണെന്ന് പറയാൻ കഴിയും. ഇപ്പൊ ഹിറ്റ്ലർ ദശലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നു എന്ന് പറയുന്നു. അതൊന്നും ഹിറ്റ്ലറുടെ നിയന്ത്രണമല്ല, ഹിറ്റ്ലറുടെ തീരുമാനമല്ല, ഒക്കെ ഇങ്ങനെ റാൻഡം പ്രോസസ്സുകളുടെ ബൈ പ്രൊഡക്റ്റ് മാത്രമാണെന്ന് പറയുന്നത്. പിന്നെ എവിടെ ഹിറ്റ്ലർ ഉള്ളത്? ഹിറ്റ്ലർ എവിടെ തെറ്റ് ചെയ്തത്? ഹിറ്റ്ലറെ കൊന്നു പറഞ്ഞാൽ അതൊരു ഭാഗമായിട്ട് വേണമെങ്കിൽ ഇവരുടെ കിതാബ് അനുസരിച്ച് രേഖപ്പെടുത്താം. അപ്പൊ ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വം മനുഷ്യന്റെ കയ്യിൽ നിന്ന് എടുത്തു കളയുന്ന, ധാർമ്മികതയുമായ ഒരു തരത്തിലും മനുഷ്യരെ ബന്ധപ്പെടുത്തി സംസാരിക്കാൻ കഴിയാത്ത, അതുപോലെ തന്നെ യുക്തിയുമായോ സ്വതന്ത്ര ചിന്തയായോ ഒരു തരത്തിലും ബന്ധിപ്പിച്ച് പറയാൻ കഴിയാത്ത ഒരു സാധനം ലോകത്തുണ്ടെങ്കിൽ അത് നാസ്തികത മാത്രമാണ്. പക്ഷെ ആ നാസ്തികരാണ് ഇതിന്റെയൊക്കെ മൊത്തക്കുത്തക ഞങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞ് ഈ നെറ്റിയിൽ ആ സാധനം ഒട്ടിച്ചു നടക്കുന്നത്. അപ്പോ ഇത് വൈരുദ്ധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേശെങ്കിലും ചിന്തിക്കുന്ന ആളുകൾക്ക് പിന്നെ ഇത് മതിയാവും. അത് എത്രത്തോളം വലിയൊരു വൈരുദ്ധ്യാത്മകതയിലാണ് അത് നിലനിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും ഈ കോൺട്രഡിക്ഷൻസ് എന്ന് പറയുന്നത് വേറൊരു ആശയത്തിലും ഇത്രത്തോളം നമുക്ക് കാണാൻ കഴിയില്ല. ചില പ്രത്യേക സാഹചര്യങ്ങൾ കാണുന്ന ചെറിയ കോൺട്രഡിക്ഷൻസ് അല്ലാതെ പ്രായോഗികമായി നിലനിൽക്കുന്ന ഒരു ഐഡിയോളജികളിലും ഇത്രത്തോളം കോൺട്രഡിക്ഷൻസ് എന്തൊക്കെ മേഖലകളിലാണ് ഇടപെടുന്നത് അവിടെ എല്ലാം കോൺട്രഡിക്ഷൻ വരുന്ന അവസ്ഥ കാണാൻ കഴിയില്ല. അപ്പൊ ഇതുപോലെ തന്നെ ഈ യുക്തിയെ പോലെ സ്വതന്ത്ര ചിന്തയെ പോലെ തന്നെ തങ്ങൾക്ക് എന്തായാലും എത്തീസ് എന്ന് പറഞ്ഞിട്ടൊന്നും മുന്നോട്ട് വെക്കാല്ല. അപ്പൊ വേറെയുള്ള പല പദങ്ങളും ചേർക്കേണ്ടതുണ്ടല്ലോ. അപ്പൊ അതുപോലെ തന്നെ അവർ ചേർക്കുന്ന ഒരു പ്രധാനപ്പെട്ട സാധനമാണ് ഇപ്പൊ കേരളത്തിലേക്ക് എടുത്ത അഡിക്കാണ് സയന്റിഫിക് ടെമ്പർ. അഥവാ ഞങ്ങൾക്കൊന്നും മുന്നോട്ട് വെക്കാല്ല. അപ്പൊ ഞങ്ങൾ എന്തിന്റെ ആൾക്കാരാ? ഞങ്ങൾ സയന്റിഫിക് ടെമ്പറിന്റെ ആൾക്കാരാണ്. നിങ്ങൾക്കൊന്നും അതില്ല. അപ്പൊ ആർട്ടിക്കിൾ എടുത്തിടാണ് എല്ലാ വീഡിയോന്റെ മുന്നിൽ. പ്രവാചകൻ ആ രീതിയിലുള്ള മനുഷ്യനാണ്, മോശപ്പെട്ട ആളാണ്, അള്ളാഹു ഇല്ല, അള്ളാഹുവിന് ഈ രീതിയിലൊക്കെ ഖുർആനിൽ പ്രശ്നമുണ്ട്. എന്താണ് ആ വീഡിയോന്റെ തുടക്കത്തിൽ? ഞങ്ങൾ സയന്റിഫിക് ടെമ്പറിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറക്കുന്ന വീഡിയോ ആണ് ആർട്ടിക്കിൾ 51AH. ആർട്ടിക്കിൾ 51AH ആണ്. അപ്പോ അവര് ഒന്നും സാധിക്കാനായിട്ട് തങ്ങൾ സ്വയം ശാസ്ത്രത്തിന്റെ പിതാക്കന്മാരായി മാറിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ്. ശുക്കൂർക്ക, ഈ ശാസ്ത്രവുമായിട്ട് ഏതെങ്കിലും ഒരു രീതിയിൽ ചെറിയ കണക്ഷനെങ്കിലും ഉള്ള ഒരു വിഭാഗമാണോ എത്തീസ്റ്റുകൾ? നമ്മൾ ശാസ്ത്ര ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവിടെ പലപ്പോഴും നാസ്തികർ പറഞ്ഞു നടക്കുന്ന ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ശാസ്ത്രത്തിൻ്റെ ആളുകളാണ്, ഞങ്ങൾ ശാസ്ത്രത്തെ പ്രൊമോട്ട് ചെയ്യുന്നു. റിലീജിയൻ ഈസ് ആൾവേസ് സയൻസ് ആണ്. പിന്നെ മതം എല്ലാ സമയത്തും ശാസ്ത്രത്തെ എതിർത്തിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതിന് ചില ഉദാഹരണങ്ങൾ എടുക്കും. അപ്പോൾ ഇവിടെ ഉള്ളൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ശാസ്ത്രം വളർന്നിട്ടുണ്ട്. നമ്മളിന്ന് അനുഭവിക്കുന്ന നമ്മളിപ്പോൾ സംസാരിക്കുന്നതെല്ലാം ശാസ്ത്രത്തിൻ്റെ നേട്ടങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാപട്യം, നാസ്തികയുടെ കാപട്യം വരുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മതം എക്കാലത്തും ശാസ്ത്രത്തിനെതിരാണ്, മതം കാരണം വളരെ വൈകി ഓടുന്ന ഒന്നാണ് ശാസ്ത്രം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രചരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുക. യഥാർത്ഥത്തിൽ സംഭവിച്ചത് നമ്മളിവിടെ നോക്കുന്ന കാര്യം, ശാസ്ത്രം വളർന്നിട്ടുണ്ട് എങ്കിൽ ഈ ശാസ്ത്രത്തെ വളർത്തിയത് ആരാണ്? ഇവർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ, ഇവരുടെ ഈ ഒരു സംസാരം കേട്ട് കഴിഞ്ഞാൽ എന്താണ് തോന്നുക? മതം ശാസ്ത്രത്തിനെതിരായിരുന്നു എക്കാലത്തും എങ്കിൽ സ്വാഭാവികമായിട്ടും കേൾക്കുന്ന ആളുകൾക്ക് തോന്നുന്നത് നാസ്തികരാണ് ശാസ്ത്രത്തെ വളർത്തിയിട്ടുള്ളത് എന്നാണ്. പക്ഷെ അവിടെയാണ് ഈ കാപട്യം വരുന്നത്. നമ്മൾ ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ലോക ചരിത്രത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഗ്രീസ് ആവട്ടെ, അല്ലെങ്കിൽ ഇന്ത്യ ആവട്ടെ, ചൈന ആവട്ടെ, ഇവരെല്ലാം ശാസ്ത്രം ആരംഭിച്ചതെന്ന് പറയാം നമ്മൾ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ. അപ്പൊ ഇവിടെ എല്ലാമുള്ള ശാസ്ത്രജ്ഞന്മാരുടെ ലിസ്റ്റ് നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്കൊരു നിരീശ്വരവാദിയെ പോലും കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ ഗ്രീസിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന പല ശാസ്ത്രജ്ഞന്മാർ, തെലീസ് ആകട്ടെ മറ്റൊക്കെ, അവരെല്ലാം തന്നെ വിശ്വാസികളായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആ കാലഘട്ടത്തിൽ ഒരു നിരീശ്വരവാദി പോലും ഉണ്ടായിട്ടില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. നിരീശ്വരവാദികൾ ഈ പറയപ്പെട്ട ഗ്രീസിലും ഉണ്ടായിട്ടുണ്ട്, നിരീശ്വരവാദികൾ ഈ പറയപ്പെട്ട ഇന്ത്യയിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരുടെ അടിസ്ഥാന ആശയങ്ങൾ തന്നെ, അവരുടെ അടിസ്ഥാന വാദങ്ങൾ തന്നെ യഥാർത്ഥത്തിൽ
ശാസ്ത്ര വളർച്ചയ്ക്ക് വിഘാതമായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പൊ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചാർവാകന്മാർ, ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ചാർവാകന്മാർ, അവരുടെ അടിസ്ഥാന ആശയം എന്ന് പറയുന്നത് ഹെഡോണിസം ആയിരുന്നു. അതിൽ ഏറ്റവും അത്ഭുതകരം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ ചാർവാകന്മാർ ഇന്ത്യയിൽ ഹെഡോണിസം മുന്നോട്ട് വെച്ച സമയത്ത്, അതേ സമയത്ത് തന്നെ അതേ കാലഘട്ടത്തിൽ, ഏകദേശം കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുള്ള ഗ്രീസിലുണ്ടായിരുന്ന ചില നാസ്തികരുണ്ട്, തിയോഡോറസിനെ പോലെയുള്ള ആളുകൾ. അവർ മുന്നോട്ട് വെച്ച ആശയം ഇതേപോലെ തന്നെ ഹെഡോണിസം തന്നെയായിരുന്നു. ഈ ഹെഡോണിസം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് സുഖിച്ച് ജീവിക്കുക, സുഖഭോഗ ജീവിതമാണ് എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, ഹെഡോണിസത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ പരമാവധി സുഖിക്കുകയും പരമാവധി അവന് വേദനകളും കഷ്ടപ്പാടുകളും ഒഴിവാക്കുകയാണ് വേണ്ടത്. ശാസ്ത്രത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ശാസ്ത്രം എന്ന് പറയുന്നത് ത്യാഗത്തിൻ്റെയും കഠിന പരിശ്രമത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ഫലമാണ്. നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യം അവർക്ക് തന്നെ അറിയുന്ന കാര്യമാണ്. കാരണം അവർ മതത്തെ ട്രോളാൻ വേണ്ടിയിട്ട്, മതത്തെ വിമർശിക്കാൻ വേണ്ടി അവർ ഇറക്കുന്ന പല ട്രോളുകളിലും അവരുടെ ട്രോളിൽ പറയുന്നത്, ഞങ്ങള് ശാസ്ത്രജ്ഞന്മാർ പറയുന്നതായിട്ടാണ്, ഞങ്ങൾ ഊണും ഉറക്കവും ഇളച്ച് കഷ്ടപ്പെട്ട് കണ്ടെത്തിയ ശാസ്ത്ര സത്യങ്ങൾ നിങ്ങളുടെ മതഗ്രന്ഥങ്ങളിൽ ഉണ്ട് എന്ന് പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. അതോടുകൂടി നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, കഷ്ടപ്പാടിന്റെ ഫലമാണ് ശാസ്ത്രം എന്ന് അവർ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അതേ നാസ്തികർ തന്നെ അവരുടെ തുടക്കം മുതൽ, അവരുടെ ആരംഭം മുതൽക്ക് തന്നെ അവർ മുന്നോട്ട് വെക്കുന്ന ആശയം കഷ്ടപ്പാടുകൾ ഒഴിവാക്കുക എന്നുള്ളതുമാണ്. അത് അന്ന് മാത്രമല്ല, ഇന്നും ഇപ്പോൾ അക്ബർ സാഹിബുമായിട്ട് ഡിബേറ്റ് നടത്തിയിട്ടുള്ള, സംവാദം നടത്തിയിട്ടുള്ള ജബ്ബാർ മാഷിന്റെ ഫോട്ടോ ഒന്ന് സെർച്ച് ചെയ്താൽ മതി ഇന്റർനെറ്റിൽ. അദ്ദേഹം ഒരു ടീഷർട്ട് ഇട്ട് നിൽക്കുന്ന ഒരു ചിത്രം കിട്ടും. അതിലും എഴുതിയിട്ടുള്ളത് എൻജോയ് യുവർ ലൈഫ് എന്നാണ്. അപ്പൊ ഇവർ അടിസ്ഥാനപരമായി തന്നെ കഷ്ടപ്പാടുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് അവർ പരമാവധി പറയുന്നത്. അങ്ങനെ അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ അവരുടെ കൂട്ടത്തിൽ നിന്ന് സുഖിക്കാൻ പോയി എന്നല്ലാതെ ഒരാൾ പോലും ഈ ത്യാഗപരിശ്രമം നടത്തി ശാസ്ത്രത്തെ വളർത്തിയില്ല. എന്നാൽ ത്യാഗപരിശ്രമം നടത്തി വളർത്തി കഴിഞ്ഞാൽ അത് എടുത്ത് അത് ഉപയോഗപ്പെടുത്തി സുഖിക്കാൻ അവർ സന്നദ്ധരാകും എന്നുള്ളത് അവരുടെ ആശയങ്ങളിൽ വരുന്നുണ്ട്. പക്ഷെ ഇതിനെ വളർത്തുക എന്നുള്ളതാണ് ബുദ്ധിമുട്ട്. ഇത് നമുക്ക് ആ കാലഘട്ടത്തിലുള്ള എല്ലാ ആളുകളിലും കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് ചാർവാകന്മാരുടെ അടിസ്ഥാന സിദ്ധാന്തപ്പെട്ടതായിരുന്നു ഇൻഫറൻസിനെ നിഷേധിക്കുക. നമ്മൾ എപ്പിസ്റ്റമോളജി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് മനുഷ്യൻ അറിവ് സ്വീകരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ചർച്ചകൾ പണ്ട് മുതലേ നടക്കുന്നുണ്ട്. അതിൽ പെർസെപ്ഷനിലൂടെ, നമ്മൾ പ്രത്യക്ഷമായ അറിവിലൂടെയാണ്, നമ്മൾ കണ്ണുകൊണ്ട് ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ അനുഭവിക്കുന്ന അറിവിലൂടെയാണ് നമ്മൾ അറിവ് സ്വീകരിക്കുന്നത് എന്ന് പറയുന്ന ആളുകളുണ്ട്. അതിനെ അംഗീകരിക്കുന്നവരുണ്ട്. നമ്മൾ കണ്ണുകൊണ്ട് കണ്ടതിൽ നിന്നും മറ്റൊരു അറിവിലേക്ക് നമ്മൾ എത്തുന്ന രീതി ഇൻഫറൻസ്. അതായത് നമ്മൾ അത് ഒരു പുക കാണുമ്പോൾ അവിടെ തീ ഉണ്ട് എന്ന് മനസ്സിലാക്കുക, ഈ തരത്തിലുണ്ട്. അങ്ങനെ പലതരം ഉപമാന, ശബ്ദ എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ ഫിലോസഫി എടുക്കുകയാണെങ്കിൽ ഒരുപാട് രീതിയിലുള്ള രീതികളുണ്ട്. ഇവിടെ പറഞ്ഞു വരുന്നത് ചാർവാകന്മാര് യഥാർത്ഥത്തിൽ പെർസെപ്ഷനിലൂടെ, പ്രത്യക്ഷമായ നമ്മളെ ഇന്ദ്രിയ അനുഭവങ്ങളിലൂടെ ലഭിക്കുന്ന അറിവുകൾ മാത്രമേ അംഗീകരിക്കാൻ പറ്റുകയുള്ളൂ, അത് മാത്രമേ സത്യമുള്ളൂ, അത് സത്യമാണ് എന്ന് പറഞ്ഞ ആളുകളാണ്. യഥാർത്ഥത്തിൽ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് യഥാർത്ഥം അവർ ചെയ്യുന്നത് തന്നെ ദൈവത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവർക്ക് സ്നേഹം ശാസ്ത്രത്തോടോ അവർക്ക് സ്നേഹം ഈ സയന്റിഫിക് ടെമ്പറോ ഒന്നുമല്ല. അതുകൊണ്ടാണ് പലപ്പോഴും അവരുടെ സയന്റിഫിക് ടെമ്പറിനെ കുന്നംകുളം സയന്റിഫിക് ടെമ്പർ എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. അവർ യഥാർത്ഥത്തിൽ അനുമാനത്തെ നിഷേധിച്ചത്, അനുമാനത്തിലൂടെയാണ് നമ്മൾ ദൈവത്തിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളത് കൂടി, ആ രീതിയിലൂടെ കൂടി ദൈവത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴിയായിട്ട് പലരും പറഞ്ഞതുകൊണ്ട് അതിനെ നിഷേധിക്കുക, പ്രത്യക്ഷമായി ദൈവത്തെ കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അതോടുകൂടി സംഭവിക്കുന്നത് ശാസ്ത്രത്തിന്റെ അടിസ്ഥാന പ്രിൻസിപ്പിൾ തന്നെ അവിടെ തകർക്കപ്പെടുകയാണ്. കാരണം ശാസ്ത്രത്തിലൂടെ നമ്മൾ നേടുന്ന അറിവുകളെല്ലാം തന്നെ ഇൻഫറൻസിലൂടെ കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ കാലഘട്ടത്തിൽ അവർ അതിനെതിരായിരുന്നു. അതുപോലെ തന്നെ സുഖഭോഗ ജീവിതം തന്നെയാണ് അവർ മുന്നോട്ട് വെച്ചത്. ഋണം കൃത്യം പിപ്പേത് എന്ന് പറഞ്ഞിട്ടുള്ള ആശയം, അതായത് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ സുഖിച്ച് ജീവിക്കുക,
കടം വാങ്ങിയിട്ടാണെങ്കിലും വെണ്ണ വാങ്ങി കഴിക്കുക. വെണ്ണ എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ ഒരു ആഡംബര ഭക്ഷണമാണ്. ആഡംബര ഭക്ഷണം കടം വാങ്ങിയിട്ട് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നമ്മൾ നമ്മുടെ കാര്യം നമ്മളെ സുഖിച്ച് ജീവിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ കൺസെപ്റ്റ്. അതിൽ പിന്നെ അവർ കൃത്യമായി തന്നെ പറയുന്നുണ്ട് നല്ല ഭക്ഷണം, അതേപോലെ തന്നെ യുവതികളായ ആളുകളുമായിട്ടുള്ള പിന്നെ അവരുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുക, ഇങ്ങനെ വ്യക്തമായി തന്നെ അവർ അത് പറയുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. പിന്നീട് നമ്മൾ ശാസ്ത്രവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ മധ്യകാലഘട്ടത്തിൽ ഇസ്ലാമിക ലോകത്തും ആണ് ശാസ്ത്രത്തിന്റെ ഒരു ലോകം. ആ കാലഘട്ടത്തിലും ചില ആളുകളുണ്ട്, ഇബ്നു റാവന്തി, അതേപോലെ തന്നെ അൽമാരി, ഇങ്ങനെ പോലുള്ള ആളുകളുണ്ട്. ഇബ്നു റാവന്തി ഒക്കെ ഇപ്പോൾ നമ്മൾ ഈ ഒരു ജബ്ബാർ മാഷിനെ പോലെയൊക്കെയാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹം ഇങ്ങനെ ഒരു എന്താ പറയുക, ഇപ്പൊ ഇന്നും ഇപ്പൊ നമുക്കറിയാലോ ഒരു വീഡിയോയിൽ ഞാനല്ലേ വിജയിച്ചത് എന്ന നിലക്ക് ഇങ്ങനെ ജബ്ബാർ മാഷ് പറഞ്ഞ ഒരു രോദനം പോലെയാണ് പലപ്പോഴും ഇബ്നു റാവന്തിയുടെ പല പിന്നെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാവും. അല്ലാതെ ശാസ്ത്രവുമായിട്ടൊന്നും അവർക്ക് ആ കാലഘട്ടത്തിൽ യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവർ പറയുന്ന സയന്റിഫിക് ടെമ്പർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സയന്റിഫിക് മെത്തേഡാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. സയന്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ അടിസ്ഥാനപരമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എക്സ്പെരിമെന്റൽ മെത്തേഡാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തുക. ഇത് ശാസ്ത്ര ലോകത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിക് ഗോൾഡൻ ഏജ് കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് വരുന്നത്. അതിനു മുമ്പ് അരിസ്റ്റോട്ടിൽ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം അംഗീകരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇസ്ലാമിക ലോകത്താണ് ഷുക്കൂക്ക് എന്ന വാക്ക്, ഡൗട്ട് എന്ന വാക്കുകൾ ഉപയോഗിക്കപ്പെടുന്നത്. ഷുക്കൂക്ക് അല ജാലിനൂസ്, ഷുക്കൂക്ക് അല ബത്ലൈമൂസ് എന്നുള്ള ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് ഷുക്കൂക്ക് അല ബത്ലൈമൂസ് ടോളമി, അതേപോലെ തന്നെ പിന്നെ ജാലിനൂസ് ഗേലൻ, ഇങ്ങനെ അവർ പറഞ്ഞതിലുള്ള സംശയങ്ങൾ എടുത്തു പറയാൻ തുടങ്ങി. അതേപോലെ തന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഇബ്നു ഹൈത്തമാണ് അതിൽ ഏറ്റവും പ്രഗത്ഭനായ വ്യക്തി എന്ന് പറയുന്നത്. അദ്ദേഹമാണ് എക്സ്പെരിമെന്റൽ മെത്തേഡിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നതും. ഇബ്നു ഹൈത്തം എന്ന് പറയുന്നത് ഈ പറയപ്പെട്ട ഇതിൽ മുസ്ലിം ആയിരുന്നു, അദ്ദേഹം വിശ്വാസിയായിരുന്നു. പിന്നീട് അതിനെ യൂറോപ്പിലേക്ക് പരിചയപ്പെടുത്തുന്നതൊക്കെ റോജർ ബേക്കണാണ്, അദ്ദേഹവും വിശ്വാസിയായിരുന്നു. പിന്നെ നമ്മൾ സയന്റിഫിക് മെത്തേഡിന്റെ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് റിപ്പീറ്റബിലിറ്റി എന്ന് പറയുന്നത്. ഒരു ആവർത്തിച്ച് ഒരു എക്സ്പെരിമെന്റ് നമ്മൾ നടത്തി കഴിഞ്ഞാൽ ആവർത്തിച്ച് അതിന് ഒരേ റിസൾട്ട് കിട്ടണം. ഒരേ റിസൾട്ട് കിട്ടിയെങ്കിൽ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാം. ഇത് മുന്നോട്ട് വരാൻ കാരണം, ഇതിനെ മുന്നോട്ട് കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ റോബർട്ട് ബോയിലാണ്. റോബർട്ട് ബോയിലും ഒരു വിശ്വാസിയായിരുന്നു. ഇനി ഇതേപോലെ തന്നെ അതിനുശേഷം ന്യൂട്ടന്റെ പല തിയറികളുമാണ്. പ്രെഡിക്ഷൻ എന്ന് പറയുന്ന ഒരു തിയറി വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള പിന്നെ അതിന്റെ കഴിവ്, അതിനെ ബേസ് ചെയ്തിട്ട് അതും സയന്റിഫിക് മെത്തേഡിന്റെ ഭാഗമാണ്. ഇവിടെയുള്ള ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1650 റോയൽ സൊസൈറ്റി സ്ഥാപിച്ചിട്ട് എക്സ്പെരിമെന്റൽ മെത്തേഡ് ശാസ്ത്രത്തിന്റെ അടിസ്ഥാന മെത്തേഡായിട്ട് കണക്കാക്കുന്നത്. ഇതുവരെ നമുക്ക് ശാസ്ത്ര ലോകത്തൊരു നാസ്തികനെയും കാണാൻ കഴിയുന്നില്ല. ആ കാലഘട്ടം വരേക്കും ഈ സയന്റിഫിക് മെത്തേഡിനെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആളുകളെല്ലാം തന്നെ വിശ്വാസികളായിരുന്നു. പക്ഷേ ഇവിടെ നാസ്തികർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സയന്റിഫിക് മെത്തേഡ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആളുകൾക്കൊന്നും ശാസ്ത്രബോധമില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഈ പറയുന്ന ആളുകൾക്ക് സാമാന്യ ബോധം പോലും ഇല്ല എന്ന് പറയേണ്ട സ്ഥിതി വരുന്നത്. അപ്പൊ ഇതാണ് സയന്റിഫിക് മെത്തേഡിന്റെ സ്ഥിതി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ വിചാരിക്കും ഇവർ സ്വതന്ത്രമായി ശാസ്ത്രത്തെ വിഹരിക്കാൻ വിടുന്ന ആളുകളാണ് എന്ന് വിചാരിക്കും. യഥാർത്ഥത്തിൽ അങ്ങനല്ല. ഇവർക്ക് യഥാർത്ഥത്തിൽ നാസ്തികർക്ക് അധികാരം ലഭിച്ചതോടുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, നാസ്തികർക്ക് ശക്തി പ്രാപിച്ച് നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ല. നാസ്തികർക്ക് ശക്തി പ്രാപിച്ച് നമ്മൾ കണ്ടൊരു സമയമുണ്ട്. അത് അതിഭീകരമായ ഒരു ഭാഗമായിരുന്നു. അത് ധാർമ്മികതയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അതിഭീകരമായൊരു ലോകമായിരുന്നു അത്. കോടാനുകോടി ആളുകളെ കൊന്നൊടുക്കുക, തങ്ങളുടെ ആശയങ്ങൾക്കെതിരെ ഉയർന്നു വരുന്നവരെ മുഴുവൻ അടിച്ചമർത്തുക, ധാർമ്മികതയുമായി ബന്ധപ്പെട്ടൊരു ഭാഗമാണ് അത്. ഞാൻ ശാസ്ത്രത്തിന്റെ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശാസ്ത്രത്തിന് അവർക്കെതിരെ വരുന്ന എല്ലാ ആശയങ്ങളും അവർ അടിച്ചമർത്തുകയാണ് ചെയ്തത്. അവർ ശാസ്ത്രത്തെ വിഹരിക്കാൻ വിടുകയല്ല ചെയ്തത്. വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിനെതിരായി വരുന്ന കാര്യങ്ങൾ, അത് വരുന്ന പല ഭാഗങ്ങൾ, റിലേറ്റിവിറ്റി ആവട്ടെ, ക്വാണ്ടം മെക്കാനിക്സ് ആവട്ടെ, അതിനെല്ലാം തന്നെ അവർ സ്യൂഡോ സയൻസ്, കപടശാസ്ത്രം, ഇന്നും അറിയാം. ഇന്നും നാസ്തികർ അവർക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒരു സാധനം ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പറയും അത് കപടശാസ്ത്രമാണ്.
അവിടെ ശാസ്ത്രം എന്ന് നാസ്തികൻ പറയുന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് മനസ്സിലാക്കണം ആ ശാസ്ത്രം അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത്. ഇതാണ് ആ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ക്വാണ്ടം മെക്കാനിക്സിനെ അവർ സ്യൂഡോ സയൻസ് ആയിട്ട് പ്രഖ്യാപിച്ചു. അതേപോലെ തന്നെ അവർക്ക് എതിരാകുമെന്ന് അവർക്ക് തോന്നുന്നൊരു കാര്യമുണ്ടെങ്കിൽ ഉടനെ അവർ അതിനെങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ ശ്രമിക്കും. അതാണ് നമ്മൾ ബിഗ് ബാങ് തിയറിയായിട്ട് ബന്ധപ്പെട്ട് കണ്ടത്. അതായത് ഈ പ്രപഞ്ചത്തിന് ആൻ എക്സ്പാൻഡിങ് യൂണിവേഴ്സ് ഡസ് നോട്ട് പ്രിക്ലൂഡ് എ ക്രിയേറ്റർ എന്നുള്ളത് സ്റ്റീഫൻ ഹോക്കിങ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. പിന്നീട് അദ്ദേഹം അങ്ങനെ മാറ്റി പറഞ്ഞു, പിന്നെ അതൊന്ന് മാറി. അങ്ങനെ സ്റ്റീഫൻ ഹോക്കിങ് അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഇവിടെ എക്സ്പാൻഡിങ് യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഒരു ക്രിയേറ്ററിനെ തള്ളിക്കളയുന്നില്ല. ഇതൊരു വലിയ പ്രശ്നമാണ്. പ്രപഞ്ചത്തിനൊരു തുടക്കമുണ്ടെങ്കിൽ ഒരു കാരണമുണ്ട്, അത് ദൈവത്തിങ്കിലേക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയതോടുകൂടി, അതും കൃത്യമായ തെളിവുകളും, അതായത് എഡ്വിൻ പി ഹബിൾ കണ്ടെത്തിയത് മാത്രമല്ല, അതിനുശേഷം മറ്റുള്ള കോസ്മിക് റേസ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്തെല്ലാം തന്നെ ബിഗ് ബാങ്ങിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാനാണ് നോക്കിയത്. ആ കാലഘട്ടത്തിൽ ഒരു പ്രമുഖ ശാസ്ത്രജ്ഞനായിരുന്ന ഭൗതികവാദിയും കൂടിയായിരുന്ന ഒരാളാണ് ഫ്രെഡോയിൽ എന്ന് പറയുന്നത്. അദ്ദേഹം ഇതിനെ എതിർത്ത് സ്റ്റഡി സ്റ്റേറ്റ് തിയറി കൊണ്ടുവരുന്നത്. അതായത് പ്രപഞ്ചം കുറച്ചും കൂടി വികസിക്കും, കുറച്ചും കൂടി ചുരുങ്ങും. അതായത് എങ്ങനെയെങ്കിലും അദ്ദേഹം ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് ഉള്ള ആശയങ്ങൾ, അതായത് ഈക്വൽ ടു ഇട്ടിട്ട് റിസൾട്ട് ആദ്യമേ ഇട്ട് വെച്ചിട്ട് അതിനനുസരിച്ചുള്ള ഇക്വേഷൻസ് ആദ്യം കൊണ്ടുവരിക എന്ന രീതിയാണ് അവർ അവലംബിച്ചത്. ഇത് നമുക്ക് പലപ്പോഴും തോന്നും, ചിലപ്പോൾ ഇത് ഏതെങ്കിലും നാസ്തികർ കേൾക്കുന്നുണ്ട്, ഇതൊന്നും ഞങ്ങളല്ല, ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഇതൊന്നുമില്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സ്വതന്ത്രമായി ഇവരെ വിടുമെന്നൊക്കെ ആയിരിക്കും അവർ പറയുന്നുണ്ടാവുക. അതൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തതാണ് എന്നൊക്കെ ആയിരിക്കും അവർ പറയാം. യഥാർത്ഥത്തിൽ ഇന്നത്തെ നാസ്തികർ ഈ ആർട്ടിക്കിൾ 51H ഇട്ടിട്ട് ഇൻസെസ്റ്റിനെ കുറിച്ചും മറ്റൊക്കെ ചർച്ച ചെയ്യുന്ന നാസ്തികർ യഥാർത്ഥത്തിൽ അവർക്ക് ക്വാണ്ടം മെക്കാനിക്സായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ, അല്ലെങ്കിൽ സ്ട്രിംഗ് തിയറിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, ക്ലബ് ഹൗസ് ആകട്ടെ മറ്റേതെങ്കിലും ചർച്ച നടത്തുന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് പൂർണ്ണമായിട്ടില്ല, അതങ്ങോട്ട് വന്നിട്ടില്ല. ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ എത്രയോ ചർച്ചകൾ വരുന്നുണ്ട്. ഇമാം ഗസാലിയൊക്കെ പറഞ്ഞിട്ടുള്ള ഒക്കേഷണലിസം എന്നുള്ള കൺസെപ്റ്റും അതിനെക്കുറിച്ചൊക്കെ ക്വാണ്ടം മെക്കാനിക്സിലുള്ള ഇന്റർപ്രിട്ടേഷൻസ്, കോപ്പൻഹേഗൻ ഇന്റർപ്രിട്ടേഷനും ഇമാം ഗസാലി പറഞ്ഞതും തമ്മിലുള്ള സാമ്യതകളെ കുറിച്ചുള്ള പേപ്പറുകൾ വരെ ഉണ്ട്, കാരൻ ഹാഡിങ് ഒക്കെ ഇറക്കിയിട്ടുള്ള. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതേപോലെ കോൺഷ്യസ്നെസ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഇതൊക്കെ വരുമ്പോൾ അവർക്ക് പേടിയാണ്. അപ്പോൾ അവരിങ്ങനെ പറയാതെ അത്ര ആയിട്ടില്ല എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ യഥാർത്ഥത്തിൽ ശാസ്ത്രത്തിൻ്റെ വക്താക്കളല്ല. അവരുടെ ആശയങ്ങളും അവർ പറഞ്ഞത് മുഴുവൻ ശാസ്ത്രത്തിനെതിരായിരുന്നു എന്ന് മാത്രമല്ല, ശാസ്ത്രം അവർക്കെതിരെ, അവരുടെ ഈ അത്തീസത്തിനെതിരെ, അവരുടെ സുഖഭോഗ ജീവിതത്തിന് എതിരായിട്ട് ശാസ്ത്രം വന്നു കഴിഞ്ഞാൽ അവർ പറയും അത് അത്ര എത്തിയിട്ടില്ല എന്നുള്ളത്. എന്ന് മാത്രമല്ല, പലപ്പോഴും ഒരുപാട് അബദ്ധങ്ങളാണ് അവർക്ക് സംഭവിക്കുന്നത് ഈ മേഖലയിൽ. അതായത് ഈ കഴിഞ്ഞ ലിറ്റ്മസ് പ്രോഗ്രാമിന് അവരിറക്കിയിട്ടുള്ള ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു. ആ പോസ്റ്ററിൽ വാക്സിന് കൊണ്ടുവന്ന എഡ്വേർഡ് ജെന്നറിനെയാണ് അവർ ഫോട്ടോ ആണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ അപ്പുറത്ത് അവർ എഴുതിയിട്ടുള്ളത് തെളിവുകൾ നയിക്കട്ടെ എന്നുള്ളതാണ്. എഡ്വേർഡ് ജെന്നറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം ഒരു കടുത്ത ദൈവവിശ്വാസിയാണെന്ന് മാത്രമല്ല, ദൈവത്തിനോട് കൃതജ്ഞത കാണിക്കാത്തതാണ് എനിക്ക് സങ്കടം എന്ന് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതാണ് അവരുടെ സ്ഥിതി. ഇനി ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പോസ്റ്ററിൻ്റെ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോക യുക്തിചിന്താ ദിനം എന്ന് പറഞ്ഞിട്ട് ഒരു ദിനം ഇവിടെ വന്നിട്ടുണ്ട്. അത് ജനുവരി 14 വന്നിട്ടുള്ളത്. അത് കേരള യുക്തിവാദി സംഘം അതിനൊരു പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. യുക്തിചിന്തയിലൂടെയാണ് ഈ വളർച്ചയൊക്കെ ഉണ്ടായിട്ടുള്ളത്. എന്നിട്ട് ഈ ലോജിക് ഡേ എന്ന് പറഞ്ഞിട്ടുള്ളത് യുനെസ്കോ പ്രഖ്യാപിച്ചതാണ്. അത് ആ ദിവസം പ്രഖ്യാപിക്കാൻ ഒരു കാരണമുണ്ട്. അതിൻ്റെ കാരണം കുർട്ട് ഗോഡൽ എന്ന് പറയുന്ന ഒരു മാത്തമാറ്റീഷ്യൻ, അദ്ദേഹം മരണപ്പെട്ട ദിനാണ്. ഏറ്റവും രസകരമായ കാര്യം, ഈ കുർട്ട് ഗോഡൽ എന്ന് പറയുന്ന ഒരു കടുത്ത ദൈവവിശ്വാസിയാണ്. അദ്ദേഹം ആഫ്റ്റർ ലൈഫിൽ വിശ്വസിക്കുന്ന ആളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ട്രോളിൽ കാണാറുണ്ട്, ഇവൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ. ഈ ഒരു സ്ഥിതിയാണ് യഥാർത്ഥത്തിൽ നാസ്തികർക്ക്. അവർക്ക് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചരിത്രവും ഇല്ല. സമകാലികമായി എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ജെന്നർ പെടും, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ കുർട്ട് ഗോഡൽ പെടും. ഇതാണ് യഥാർത്ഥത്തിൽ നാസ്തികതക്കും ശാസ്ത്രത്തിനുള്ള ബന്ധം. ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങളുടെ വേറൊരു വശം കൂടി കാണിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ സ്വതന്ത്ര ചിന്തയുമായി ബന്ധപ്പെട്ട് നാസ്തികരുടെ സ്വതന്ത്ര ചിന്തയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. ഈ
നാസ്തികർ എത്രത്തോളം സ്വതന്ത്ര ചിന്തകരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ജസ്റ്റ് അവരോടൊന്ന് ആത്മാർത്ഥമായ ഒരു ചർച്ചയ്ക്ക് മുതിർന്നാൽ മതി. നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടാവും, നമ്മുടെ കുടുംബങ്ങളിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ ആളുകളോട് ജസ്റ്റ് നമ്മളൊന്ന് ചർച്ചകൾക്ക് മുതിരുമ്പോൾ നമുക്ക് പലപ്പോഴും എന്തുകൊണ്ടാണ് ഇപ്പൊ മതപരമായ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വളർന്നു വരുന്ന ആളുകളുണ്ടാവും, അവരെന്തുകൊണ്ടാണ് നാസ്തികതയിലേക്ക് പോകുന്നത് എന്ന് മാത്രം ഒന്ന് പരിശോധിച്ചാൽ മതി. സത്യത്തിൽ അവർ സ്വതന്ത്ര ചിന്തകരായിട്ടാണോ നാസ്തികരാകുന്നത്, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ നാസ്തികരാകുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്റെ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് പലർക്കും ഇതിങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഈ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടാവും. അപ്പൊ എന്റെ സുഹൃത്തുക്കളോടൊക്കെ, ഇത്തരത്തിൽ നാസ്തികരായ സുഹൃത്തുക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പലപ്പോഴും പറയാറുള്ളത് ഞങ്ങൾ ഭയങ്കര സ്വതന്ത്ര ചിന്തകരാണ്, ഞങ്ങൾ ഭയങ്കര പുരോഗമനത്തിന്റെ വക്താക്കളാണ്, അങ്ങനെ പല സ്വന്തത്തെ ഭയങ്കര സംഭവമൊക്കെ ഇങ്ങനെ പറയും. അപ്പോ വളരെ കൃത്യമായി ഏതെങ്കിലും ഒരു വിഷയം എടുത്തിട്ട് നമ്മൾ സംസാരിച്ചു തുടങ്ങിയാൽ, ഇപ്പൊ ധാർമ്മികതയുടെ ഒരു വിഷയം എടുത്ത് നമ്മൾ സംസാരിച്ചു തുടങ്ങിയാൽ അവര് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടും. ആ ചാട്ടം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു കാര്യത്തിന് കൃത്യമായി ഇപ്പൊ അവരൊരു വാദം ഉന്നയിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. നമ്മളൊരു ചോദ്യം ചോദിച്ചു, ആ ചോദ്യത്തിന് അവരൊരു മറുപടി പറഞ്ഞു, ആ മറുപടി തൃപ്തികരമല്ല എന്ന് നമ്മുടെ അടുത്ത പ്രതികരണം കേൾക്കുമ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവും. അപ്പൊ സ്വാഭാവികമായിട്ട് അവർ നേരത്തെ പറഞ്ഞ മറുപടി അപര്യാപ്തമാണെന്ന് മനസ്സിലാകുമ്പോൾ അവർ പിന്നെ പുതിയൊരു വാദത്തിലേക്ക് എടുത്തു ചാടണം. അതാണെങ്കിലോ നേരത്തെ പറഞ്ഞ വാദത്തിന് നേരെ വിപരീതമായിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ അപ്പൊ ധാർമ്മികതയ്ക്ക് എന്ത് അടിത്തറയാണ് നിങ്ങൾക്കുള്ളത് എന്ന് ചോദിച്ചാൽ അവർ പറയും കോൺസ്റ്റിറ്റ്യൂഷനാണ് ഞങ്ങളുടെ അടിത്തറ. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പോ ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് ശിക്ഷാ നിയമങ്ങളില്ല എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ അവർ പറയും ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനിൽ എടുത്ത് ചാടും. അവർ പിന്നെ മൊറാലിറ്റിക്ക് വേറെ എന്തെങ്കിലും ഒരു മാനദണ്ഡം കാണും. അത് ചിലപ്പം സബ്ജക്റ്റീവാണ് മൊറാലിറ്റി എന്ന് പറയും. അപ്പൊ ഇങ്ങനെ ഒരു കാര്യത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ ചാടുകയാണ്. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അവർക്ക് തന്നെ കൃത്യമായ ധാരണയില്ല അവർ എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ വാദങ്ങളും മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളത്. അതാണ് ഒന്ന്. അതേപോലെ എത്രത്തോളം പലരും ഇങ്ങനെ നാസ്തികതയിലേക്ക് പോകാനുള്ള കാരണം പലതും വൈകാരികമായ പ്രശ്നങ്ങളാണ്. നമ്മൾ ജസ്റ്റ് നോക്കുക, ഇപ്പോ കേരളത്തിലെ വളരെ പ്രശസ്തനായ ഒരു നാസ്തികൻ, അദ്ദേഹത്തിന്റെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അത് പറഞ്ഞാൽ അത് പ്രശ്നമാണ്. അത് എന്തുകൊണ്ടെന്നാൽ അത് അത്രത്തോളം അദ്ദേഹത്തെ തന്നെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു വാദമാണ് അദ്ദേഹം തന്നെ മുന്നോട്ട് വെച്ചത്. ഇപ്പോ മുഹമ്മദ് ഇജാബ് പറയാറുണ്ട്, ഡോണ്ട് എംബറാസ് യുവർ സെൽഫ് ഇൻ ഫ്രണ്ട് ഓഫ് മീ, നിങ്ങളെ തന്നെ സ്വയം എന്റെ മുന്നിൽ അപമാനിക്കരുത് എന്ന് പറയാറുണ്ട്. അത് അങ്ങനത്തെ ഒരു പദപ്രയോഗം നമുക്ക് ഓർമ്മ വരും അദ്ദേഹത്തിന്റെ സംസാരം കേട്ടാൽ. അദ്ദേഹം പറഞ്ഞത് ഇതാണ്, സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ അദ്ദേഹത്തെ പരിച്ഛേദനം ചെയ്തു, അതുകൊണ്ട് എന്റെ ഒരു അവയവം പോയി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കരയാണ്. അപ്പോൾ എത്രത്തോളം അവർക്ക് സ്വതന്ത്ര ചിന്തയിൽ നിന്ന് വ്യത്യസ്തമായി അവർ പറയുന്ന കാരണം അതാണ്, മതത്തിൽ നിന്ന് പോകാനുള്ള കാരണം, അല്ലെങ്കിൽ ഉസ്താദ് തല്ലി, ചിലപ്പോൾ അതിന് മാത്രം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും അവര്, അതുകൊണ്ടായിരിക്കും ആ തല്ല് കിട്ടിയത്, അത് പറയൂല. അപ്പോ ഇങ്ങനെയുള്ള ഒരുപാട് വൈകാരികമായ കാരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും അവർ നാസ്തികതയിലേക്ക് പോകുന്നത്. അത് ജസ്റ്റ് ഇങ്ങനത്തെ ചർച്ചകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. കേരളത്തിലെ വളരെ പ്രമുഖനായ ഒരു നാസ്തിക നേതാവ് ഇങ്ങനെ പറയുമ്പോൾ നമുക്കതിന്റെ അവരുടെ ബൗദ്ധികമായ അടിത്തറ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഒന്ന് ഊഹിച്ചാൽ മതിയാവും. നമുക്ക് അതിന് വലിയ പ്രായമൊന്നും വേണ്ട, ജസ്റ്റ് ഒരു 13 വയസ്സുള്ള ഒരു കുട്ടി അത് വീക്ഷിച്ചാൽ അവൻ എങ്ങനെയാണ് അത് കാണുക, അതുപോലും മനസ്സിലാക്കാൻ അവരുടെ വാദങ്ങളിലുള്ള കഴമ്പില്ലായ്മ, ഒരു ആശയത്തിന്റെ സത്യതയെ വിലയിരുത്താൻ അവർ പറയുന്ന ന്യായങ്ങൾ ഈ വൈകാരികമായ ന്യായങ്ങളാണ്. അതിൽ എന്ത് ബന്ധമാണ് ഈ ആശയങ്ങളുടെ സത്യതയുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് എന്ന് അവർ പരിശോധിക്കണില്ല. പിന്നെ വേറൊരു കാര്യം, ശാസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം ഇവിടെ ശുക്കൂർക്ക് സൂചിപ്പിച്ചത്, അവിടെ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ അന്വേഷണാത്മകതയുടെ ഏറ്റവും വലിയ മഹത്തായ പ്രതിഫലനമാണ്. അപ്പോ ഈ അന്വേഷണാത്മകതയ്ക്ക് തടസ്സം വരുത്തുന്ന രീതിയിലാണ് അവരുടെ അടിസ്ഥാന ആശയങ്ങൾ തന്നെ. കാരണം ഒരു കാര്യത്തെ നിഷേധിക്കും, നമ്മളൊന്ന് ആലോചിക്കുക, ശാസ്ത്രത്തിൽ എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോ ഒരു കാര്യം കാണുമ്പോൾ അതിന് പിന്നിൽ ഇന്ന കാരണം ഉണ്ടാകും എന്ന കൃത്യമായ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ശാസ്ത്രം പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആറ്റം എന്നൊരു കാര്യം, ഈ പദാർത്ഥങ്ങളുടെ അടിസ്ഥാന കണങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാന ഘടകങ്ങളെ കുറിച്ചുള്ള പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ആറ്റം കണ്ടുപിടിക്കപ്പെട്ടു. ആറ്റം എന്ന പേര് വന്നത് തന്നെ അറ്റോമോസ്, ഇൻഡിവിസിബിൾ, വിഭജിക്കാൻ പറ്റാത്തത്, കാരണം അതിനേക്കാൾ ചെറിയ ഘടകങ്ങൾ ഇല്ല എന്നായിരുന്നു ശാസ്ത്രജ്ഞർ കരുതിയിരുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നാസ്തികരുടെ ഒരു മൈൻഡ് സെറ്റിൽ നിന്നുകൊണ്ട് അവരുടെ ഒരു മനോഭാവത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു ശാസ്ത്രജ്ഞനാണെന്ന് വിചാരിക്കുക. ആറ്റം എന്നൊരു സംഭവം എന്റെ മുന്നിലുണ്ട്, അതിന്റെ പേര് വന്നത് ഇൻഡിവിസിബിൾ, ഒരിക്കലും വിഭജിക്കാൻ പറ്റാത്ത ഒരു സാധനം എന്നുള്ള അടിസ്ഥാനത്തിലാണ്. അപ്പൊ അവിടെ ഞാൻ ഒരു കാര്യത്തിൽ നിഷേധിക്കുകയാണ്, ഒരു മുൻധാരണയുടെ അടിസ്ഥാനത്തിൽ. എന്താണ് ഞാൻ നിഷേധിക്കുന്നത്? അത് വിഭജിക്കാൻ പറ്റിയേക്കാം എന്നൊരു സാധ്യതയാണ് ഞാൻ നിഷേധിക്കുന്നത്. അപ്പൊ ആ ഒരു സാധ്യതയെ നിഷേധിക്കുന്ന സത്യത്തിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? നമ്മുടെ അന്വേഷണാത്മകതയ്ക്ക് അവിടെ തടസ്സം വരികയാണ്. കാരണം
അതിന്റെ പിന്നിൽ അത് വിഭജിക്കാൻ പറ്റിയേക്കാം എന്നൊരു സാധ്യത മുന്നിൽ കാണുമ്പോൾ മാത്രമാണ് അതിന്റെ കാരണങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നമുക്കൊരു മോട്ടിവേഷൻ, നമ്മുടെ ഇന്നർ മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ, ഒരു പ്രചോദനം ഉണ്ടാവുള്ളൂ. അതുപോലും നശിപ്പിക്കുകയാണ് സത്യത്തിൽ നാസ്തികത ചെയ്യുന്നത് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ശാസ്ത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇങ്ങനെ പല പോസിബിലിറ്റീസിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് അതിൽ ഏറ്റവും പ്രോബബിൾ ആയിട്ടുള്ള ഒരു തിയറി ആയിരിക്കണം നമ്മൾ എടുക്കണം. അതിന് കഴിയുന്നിടത്തോളം എവിഡൻസുകൾ നമ്മൾ ക്രോഡീകരിക്കാൻ ശ്രമിക്കണം. അങ്ങനെയാണ് ശാസ്ത്രം മുന്നോട്ട് പോകുന്നത്. പക്ഷെ അതിന്റെ അടിസ്ഥാന ഘടകങ്ങളിൽ തന്നെ അടിസ്ഥാനപരമായ ഇവിടെ കുറെ സയന്റിഫിക് മെത്തേഡ്സ് ചുക്കൊക്കെ സൂചിപ്പിച്ചു. ആ മെത്തേഡുകളിൽ പോലും അവർക്ക് അടിസ്ഥാനങ്ങളിൽ നിന്ന് തന്നെ അബദ്ധങ്ങളാണ് വരുന്നത്. അടിസ്ഥാനങ്ങളിൽ നിന്ന് തന്നെ അതിനോട് വൈരുദ്ധ്യമാണ് അവർ വെച്ച് പുലർത്തുന്നത്. അപ്പൊ ഇതും നാസ്തികതയുടെ ഒരു വലിയ പ്രശ്നമാണ് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇതുമായി ബന്ധപ്പെട്ട്. തീർച്ചയായിട്ടും ഈ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ഈ ചാപ്പകുത്തലുകളും മറ്റും ഈ വിഷയത്തിൽ അവരുടെ ഒരു പിതൃത്വം ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് വരും. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു മുസ്ലിം നാമധാരിയായ ഇസ്ലാമിക് തിയോളജി പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഒരു ഡോക്ടർ ആയിക്കോട്ടെ, എഞ്ചിനീയർ ആയിക്കോട്ടെ, ശാസ്ത്ര വിഷയങ്ങളിൽ ബിരുദമുള്ള വ്യക്തി ആയിക്കോട്ടെ, പക്ഷെ അദ്ദേഹത്തിന് ആ ശാസ്ത്ര വിഷയം പറയാനുള്ള അവകാശമില്ല. ആ അവകാശം ഞങ്ങൾ കുറച്ച് പേർക്കാണുള്ളത്. ഞങ്ങൾ ഏത് വിഷയം പഠിച്ചാലും കുഴപ്പമില്ല, ഞങ്ങളിനി ലാംഗ്വേജ് പഠിക്കുന്നവരായാലും പ്രശ്നമില്ല, ഞങ്ങൾക്ക് ശാസ്ത്രം പറയാനുള്ള അവകാശമുണ്ട്. കാരണം ഞങ്ങൾ ആർട്ടിക്കിൾ 51H പിന്തുടരുന്ന ആളുകളാണ്. അഥവാ ഞങ്ങളാണ് ശാസ്ത്രത്തിന്റെ എന്തോ ഒരു വലിയ സംഭവം. ഇനി ആ ശാസ്ത്രത്തിൽ ബിരുദമുള്ളവരും ബിരുദാനന്തമുള്ളവരും ആണെങ്കിൽ പോലും അവർ മതവിശ്വാസികളാണെങ്കിൽ അവർ ശാസ്ത്രം പറയരുത്, അവർക്കതിനുള്ള യോഗ്യതയില്ല. നീ അതൊക്കെ പറയുന്നേ, ഏത് ആ 14-ാം നൂറ്റാണ്ടിൽ വന്ന മതം, ആ പുസ്തകം ഫോളോ ചെയ്യുന്ന നീ, നിനക്ക് എന്ത് യോഗ്യതയാണ് ഇത് പറയാനുള്ളത്? ഈ ചോദിക്കുന്ന വ്യക്തിക്ക് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഒരു അക്കാദമിക് ക്വാളിഫിക്കേഷനോ മറ്റോ ഉണ്ടായിരിക്കില്ല. നേരെ മറിച്ച് ഈ പറയുന്ന വ്യക്തി അതിന് യോഗ്യത നേടുന്ന രീതിയിലുള്ള പ്രയത്നങ്ങൾ അതിന് മുന്നേ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അവർ നിശ്ചയിക്കുന്ന യോഗ്യത ഈ രീതിയിൽ മതവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ പ്രത്യേക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു, ആ പറയുന്ന രീതിയിലുള്ള അവരുടെ പ്രത്യേക ശാസ്ത്രത്തിന് ഈ ശാസ്ത്രവുമായി ഒരു കുലബന്ധവും അവകാശപ്പെടാനില്ല. നേരെ മറിച്ച് മതങ്ങൾക്ക് വളരെ വലിയ രീതിയിൽ അതുണ്ട് താനും. ഇസ്ലാമിക് ഗോൾഡൻ ഏജിലേക്ക് എടുത്തു നോക്കുമ്പോൾ ട്രാൻസ്ലേഷൻ മൂവ്മെന്റിനെ പറ്റി പറയുമ്പോൾ ഇന്നത്തെ ശാസ്ത്രം ഈ അവസ്ഥയിലേക്ക് എത്താൻ കാരണമായ വലിയ മുന്നേറ്റങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നേറ്റമായിട്ട് വേണമെങ്കിൽ ഇസ്ലാമിക് ഗോൾഡൻ ഏജിൽ ട്രാൻസ്ലേഷൻ മൂവ്മെന്റ് പറയാം. അതും ആ സമയത്ത് ചില ട്രാൻസ്ലേറ്റേഴ്സിന് ഇറക്കുമതി ചെയ്തിരുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ഒരു അത്ലീറ്റിനെ ഇറക്കുമതി ചെയ്യുന്നത് പോലെയായിരുന്നു. ഒരു ഗവൺമെന്റ് ആണ്, ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു പ്രത്യേക മതം ഫോളോ ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ശാസ്ത്രീയ പഠനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ വലിയ രീതിയിൽ സമ്പത്ത് ചെലവഴിച്ച് 10,000-കണക്കിന് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ള ലൈബ്രറികളും അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഉണ്ടാക്കുന്നു. അതിന് വലിയ സമ്പത്ത് ചെലവഴിച്ച് വിവർത്തകന്മാരെ ഇറക്കുമതി ചെയ്ത് വിവർത്തനം ചെയ്യുന്നു. ആ രീതിയിൽ ഇന്നത്തെ മോഡേൺ സയൻസിന് വേണ്ടി ഇസ്ലാമിക് ഗോൾഡൻ ഏജ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് വളരെ വലിയൊരു പങ്കാണ്. അതും നമുക്ക് ശുദ്ധമായി മനസ്സിലാക്കാൻ കഴിയും. അവിടെ ഉണ്ടായിരുന്ന ഭരണകൂടം ശുദ്ധമായും പ്യൂർലി ഇസ്ലാമിക് ആയിരുന്നു, അല്ലെങ്കിൽ മതവുമായി ബന്ധപ്പെട്ടതായിരുന്നു. അപ്പൊ ആ രീതിയിൽ ശാസ്ത്രത്തെ വളർത്താൻ വലിയൊരു പങ്ക് ചരിത്രത്തിൽ വഹിച്ച മുസ്ലിങ്ങൾക്ക് പോലും അതുമായി ബന്ധപ്പെട്ട ഒന്നും പറയാൻ പാടില്ല. കാരണം ഈ അടുത്ത കാലത്ത് ഞങ്ങൾ അതിന്റെ പിതൃത്വം ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾക്കിടയിൽ വരുന്ന ഒരു പ്രധാന വൈരുദ്ധ്യമായി ശാസ്ത്രീയ വിഷയത്തെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇവരുടെ ഈ വൈരുദ്ധ്യങ്ങളും ഇവരുടെ ഈ നിലപാടിലെ വേരിയേഷൻസും അതുപോലെ തന്നെ അബദ്ധങ്ങളും മണ്ടത്തരങ്ങളും ഒക്കെ നമുക്ക് കൂടുതൽ കാണാൻ പറ്റിയ ഒരു സമയമാണ് ഈ സംവാദത്തിനൊക്കെ ശേഷമുള്ള ഈ ഒരു വർഷം. ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ സംഭവ ബഹുലമായിരുന്നു. ക്ലബ് ഹൗസ് എന്ന് പറയുന്ന ഒരു മീഡിയ വന്നതിന് ശേഷം ഇത്തരം ചർച്ചകൾ വളരെ വിപുലമായി നടന്നു. അതിൽ പല നാസ്തികരുടെയും യഥാർത്ഥ മുഖങ്ങൾ തുറന്നു കാണിക്കപ്പെട്ടു. നേരത്തെ പറഞ്ഞതുപോലെയുള്ള നിരല്ലാഹുവാദങ്ങളൊക്കെ പറയേണ്ടി വന്നു. അപ്പൊ ഈ രീതിയിൽ ക്ലബ് ഹൗസിന് ഇത്തരം ചർച്ചകളിൽ അല്ലെങ്കിൽ നാസ്തികതയുടെ കേരള സമൂഹത്തിലെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് വലിയൊരു കോൺട്രിബ്യൂഷൻ നൽകാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ ക്ലബ് ഹൗസ് വന്നതിന് ശേഷം നാസ്തികതയുടെ കേരളത്തിലെ മുഖം? യഥാർത്ഥത്തിൽ ഫേസ്ബുക്ക് ആകട്ടെ അല്ലെങ്കിൽ വാട്സപ്പ് ആകട്ടെ, ഇതിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സൗകര്യമുണ്ട്. ഒന്ന്, ഫേക്ക് ഐഡികൾ നല്ലോണം കൊണ്ടുവരാൻ കഴിയുമായിരുന്നു. മറ്റൊന്ന്, എന്തും വിളിച്ചു പറയാനും പറ്റുമായിരുന്നു. മാത്രമല്ല, ആരെങ്കിലും തിരിച്ചു ചോദ്യം ചോദിച്ചാൽ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനും പറ്റുമായിരുന്നു. ക്ലബ് ഹൗസിൻ്റെ വരവോടുകൂടി ഇതെല്ലാം തന്നെ അവസാനിപ്പിക്കപ്പെട്ടു. യഥാർത്ഥത്തിൽ അതോടുകൂടി ഏറ്റവും കൂടുതൽ കുടുങ്ങിയതും നാസ്തികരാണ്. നമ്മൾ ക്ലബ് ഹൗസിൻ്റെ തുടക്കം നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടുന്ന് തുടങ്ങിയതാണ് അവരുടെ പതനം. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയകളൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
വാട്സപ്പിലൊക്കെ ഒരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, അവർ കുറച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് മറന്നു പോകും. അങ്ങനെ ഉണ്ടായിരുന്നത്. ക്ലബ് ഹൗസിൽ നിരന്തരം വീണ്ടും വീണ്ടും ചോദ്യം ചോദിക്കപ്പെടും. അപ്പോൾ ഇവിടെ നാസ്തികരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിചാരം നാസ്തികത പ്രചരിപ്പിക്കുന്നത്, ഷാവുൽ പറഞ്ഞ പോലെ നാസ്തികത പ്രചരിപ്പിക്കുന്നത് ഇസ്ലാം വിമർശനത്തിലൂടെയാണ് എന്നായിരുന്നു അവർ വിചാരിച്ചത്. പക്ഷെ തിരിച്ച് ചോദ്യങ്ങൾ വരാൻ തുടങ്ങി. ഇതോടുകൂടി അവർ ഒളിക്കാൻ തുടങ്ങി. ഇത് പലപ്പോഴും ക്ലബ് ഹൗസ് വരുന്നവരെ തുടർന്നുകൊണ്ടിരുന്നു. ക്ലബ് ഹൗസ് വന്നതോടുകൂടി അവരും ഗ്രൂപ്പുകൾ തുടങ്ങി, അവർ റൂമുകൾ തുറന്നു, അവർക്ക് ഉള്ള ചോദ്യങ്ങൾ വരാൻ തുടങ്ങി. ചോദ്യങ്ങൾ വരാൻ തുടങ്ങിയപ്പോഴാണ് ഇവർക്ക് പ്രശ്നങ്ങൾ വരുന്നത്. അതായത് അതുവരെ മതങ്ങൾ മുഴുവൻ ജനാധിപത്യ വിരുദ്ധം, ഫ്രീഡം ഓഫ് എക്സ്പ്രഷനെതിരെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകളായിരുന്നു നാസ്തികർ. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ കണ്ടുപിടിച്ചത് തന്നെ നാസ്തികരാണെന്നും ജനാധിപത്യം കണ്ടുപിടിച്ചത് നാസ്തികരാണ് എന്ന നിലക്കാണ് അവർ സംസാരിക്കുക. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? ക്ലബ് ഹൗസ് വന്നതോടുകൂടി ഇവരുടെ യഥാർത്ഥ സ്വഭാവം എന്താ എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ ഉയർന്നു വന്നു. അതായത് അവർക്കിടയിൽ തന്നെ വിയോജിപ്പുകളുള്ള വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ ചോദിക്കുമ്പോൾ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുമ്പോൾ പോലും ആ ചോദ്യം ചോദിച്ചതിന് ശേഷം ഒരു വിശദീകരിക്കാൻ വേണ്ടി ഒരു 4 സെന്റൻസ് മുഴുമിപ്പിക്കാൻ നമ്മൾ ക്ലബ് ഹൗസ് എടുത്ത് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഒരു ചോദ്യം ഒരു വിശ്വാസി പക്ഷത്ത് നിന്ന് നാസ്തികരോട് ചോദിക്കാൻ 3 സെന്റൻസേ നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയുള്ളൂ. അതിൻ്റെ അപ്പുറത്ത് ചോദിക്കാൻ അവർ അനുവദിക്കൂല. ഇതാണ് അവരുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ്റെ കോലം. അതേപോലെ തന്നെ ജനാധിപത്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്, വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം, എല്ലാവർക്കും പങ്കാളിത്തം നൽകണം. ഇത് നാസിയുടെ റൂമുകളിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, അവർ നാസ്തികർക്ക് ഒരുപാട് സമയം നൽകും. വിശ്വാസികളായിട്ടുള്ള ആളുകൾ അതിന് ഉത്തരം പറയുമ്പോൾ ഇവർ 2 സെന്റൻസ് പറയുമ്പോഴത്തിന് ഒരാളും ബ്ലോക്ക് ചെയ്യും. എന്നിട്ട് പിന്നെ ബാക്കി 5 നാസ്തികർ അവർ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് സ്ഥിതി. അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്, നാസ്തികതക്കൊന്നും മുന്നോട്ട് വെക്കാനില്ല. അവർ പലപ്പോഴും പറയുന്നത് ഞങ്ങൾ ആധുനികരാണ്. എന്താണ് ആധുനികത? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആധുനികത? അവർ ആധുനികതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർ പറയുന്ന പുരോഗമനം, ആധുനികത എന്നൊക്കെ പറയുന്ന എന്താണ്, വളരെ പ്രാകൃതമായി ഇന്നും മൃഗങ്ങൾക്കിടയിലൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അവർ പറയുന്നത് സ്വതന്ത്ര ലൈംഗികതയാണ് പുരോഗമനമായിട്ട്. ഇങ്ങനെ ആധുനികത എന്നൊക്കെ പറഞ്ഞ് ജനാധിപത്യം ഇങ്ങനൊക്കെ പറഞ്ഞതിന് ശേഷം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആകട്ടെ, ഡെമോക്രസി ആകട്ടെ, ഇതൊന്നും തന്നെ അവർക്ക് കൃത്യമായി പ്രകടിപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു വേദി ലഭിച്ചിട്ട് ആ വേദിയിൽ അതെല്ലാം തന്നെ പരാജയപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇതോടുകൂടി സാമാന്യ ജനങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഇവർ മൊത്തത്തിൽ കപടന്മാരാണെന്നുള്ളത്. അവർ പറയുന്നത് വേറെ, പ്രവർത്തിക്കുന്നത് വേറെ. അവർ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒന്നും വക്താക്കളല്ല എന്നും ഇത് വെറും പറച്ചിൽ മാത്രമാണ് എന്നും അവർക്ക് നേരെയുള്ള വിമർശനങ്ങൾ സഹിക്കാനുള്ള കഴിവില്ല എന്നും അവർക്ക് മനസ്സിലായി. ഇതാണ് ക്ലബ് ഹൗസ് വന്നതോടുകൂടി സംഭവിച്ച കാര്യം. ക്ലബ് ഹൗസിൽ ഇതേപോലെ തന്നെ സ്പീക്കേഴ്സ് കോർണർ മലയാളം എന്ന് പറഞ്ഞ റൂമിൽ ജബ്ബാർ മാഷ് വരികയും അതിലാണ് ഈ പറയപ്പെട്ട രീതിയിൽ ഞാൻ അത്തീസ്റ്റല്ല, അവസാനം നമുക്കൊക്കെ കേൾക്കുമ്പോൾ തോന്നുപോയി എൻ്റെ ചോദ്യം ഇതാണ്, ഞാൻ ആരാണ് എന്നൊക്കെ തരത്തിലേക്ക് ചോദിക്കുന്ന തരത്തിലേക്ക് ജബ്ബാർ മാഷ് പോയി എന്നുള്ളതാണ് സത്യം. കാരണം ഇത് ട്രാപ്പാണ്. കാരണം ക്ലബ് ഹൗസിലുടനെ മറുപടി കൊടുത്തേ പറ്റൂ, ഒഴിഞ്ഞു പോകാൻ പറ്റില്ല. അങ്ങനെ അവസാനം എനിക്ക് തോന്നുന്നു അല്ലേ, അതായത് അതിന് ഷാവുലും കൃത്യമായിട്ട് അറിയാം. അല്ല, അതിന്റെ അനുഭവം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതായത് യുക്തിവാദി സംഘടനകളുടെ യുക്തിയുടെ ലോജിക്കിന്റെ ഒക്കെ വലിയ ആളുകളായിട്ട് വരുന്ന ആളുകൾ നമ്മളുമായിട്ട് ഇത്തരം സംവാദങ്ങളിൽ എത്തുമ്പോൾ യുക്തി വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിപ്പോ ലൈവായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണല്ലോ, ഷുക്കൂർക്ക് പറഞ്ഞ പോലെ ലൈവായി നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ പോയാൽ പണി കിട്ടുന്ന തോന്നുമ്പോൾ പിന്നെ നെക്സ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലോജിക്കിനെ തന്നെ നിഷേധിക്കുക എന്നുള്ളതാണ്. ലോജിക്കിനെ നിഷേധിക്കുക. പക്ഷെ പ്രശ്നം എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പോ നമുക്കറിയാം, ഈ സംവാദം നടന്നു അതുപോലെ ഒരു ലോജിക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണല്ലോ. ലോജിക്കലി നിങ്ങൾക്ക് അത് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ലോജിക്കൽ
ആയിട്ടുള്ള എഫക്റ്റ് എന്ന് പറയുന്നത് ദിസ് ഈസ് സെർട്ടൈൻ, അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു നെസസറി ട്രൂത്ത് ആണ് എന്നുള്ളതാണ്. അതെങ്ങനെ നമ്മൾ ആ കണക്ഷൻ എത്തുന്നത്? ലോജിക്കലിയാണ്. എന്നിട്ട് ഇദ്ദേഹമായിട്ട് സംഭവിക്കുമ്പോൾ ഇദ്ദേഹം എന്താ പറയുന്നത്? ലോജിക്ക് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇടയിലുള്ള ഈ സാധനമല്ല. ഇതിപ്പോ ഈ പ്രപഞ്ചത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ ഭൂമിയുടെ പുറത്ത് നമ്മുടെ ഈ ചുറ്റുപാടിന് പുറത്തൊക്കെ പോയി കഴിയുമ്പോൾ ചിലപ്പോൾ വട്ടത്തിലുള്ള ത്രികോണവും ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞത്. ഉണ്ട് എന്നല്ല അദ്ദേഹം പറയുന്നത്, ഉണ്ടാകാമെന്നാണ്. പക്ഷെ ആ സാധ്യത പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? യുക്തിക്ക്, റാഷണാലിറ്റിക്ക് വലിയ പ്രപഞ്ചത്തിന്റെ പുറത്തേക്ക് വലിയ സാധ്യതകളൊന്നുമില്ല, അത് നമ്മുടെ അടിയിൽ മാത്രമുള്ള സാധനമാണെന്നാണ്. പിന്നെയും ഈ സംവാദം എന്നുള്ള ആ സാധനത്തിന്റെ ആ ലോജിക്ക് തന്നെ റദ്ദ് ചെയ്യപ്പെടുകയാണ്. കാരണം യുക്തിനെ നിഷേധിച്ച ഒരു മനുഷ്യനായിട്ട് പിന്നെ എങ്ങനെ യുക്തിപരമായിട്ട് സംവദിക്കാൻ കഴിയാം? നമ്മൾ തമ്മിലുള്ള സംവാദങ്ങളുടെ ബേസ് തന്നെ യുക്തിയാണ്. ആ യുക്തിനെ ബേസ് ചെയ്ത് കഴിഞ്ഞ ഒരു മനുഷ്യനെ നമുക്ക് യുക്തിപരമായിട്ട് ഒരു കാര്യവും പിന്നെ എന്ത് ചെയ്യാൻ പറ്റൂല, പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. ഈ വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് തുടക്കം മുതൽ തന്നെ ഉണ്ടെന്ന് തോന്നുന്നത്. കാരണം പിന്നെ അദ്ദേഹം സംവാദ വെല്ലുവിളി നടത്തി. സംവാദത്തിൽ പിന്നെ അദ്ദേഹം സ്റ്റേജിൽ വെച്ച് പ്രധാനമായി പറഞ്ഞ് ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം, എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ പിന്നെ കിതാബുകളെയൊക്കെ ശാസ്ത്രം ഉപയോഗിച്ച് വായിക്കാൻ ശ്രമിക്കുന്നത് എന്നതാണല്ലോ അദ്ദേഹം പ്രധാനമായിട്ട് വിമർശനം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം തന്നെ പറയുന്ന ഒരു കാര്യം, ശാസ്ത്രം ഉപയോഗിച്ച് നിങ്ങളുടെ കിതാബുകളെ വായിക്കേണ്ടതില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഒന്ന്. രണ്ടാമത് അദ്ദേഹം പറയുന്നത് ശാസ്ത്രീയമായി മുഴുവൻ അബദ്ധങ്ങളാണ് ഇത് എന്നുള്ള. ശാസ്ത്രം ഉപയോഗിച്ച് വായിക്കാൻ നിന്നാൽ മാത്രമേ ശാസ്ത്രവും അശാസ്ത്രീയതും കിട്ടുള്ളൂ. നമ്മളടുത്ത് ശാസ്ത്രം ഉപയോഗിച്ച് വായിക്കരുത് എന്ന് പറയാം, അപ്പുറത്ത് പോയിട്ട് ഖുർആന്റെ ഭൂമി പറഞ്ഞു കേട്ടോ എന്ന് പറയാം. അപ്പൊ അതും വൈരുദ്ധ്യമാണ്. അപ്പൊ ഇങ്ങനെ വൈരുദ്ധ്യങ്ങളുടെ ഒരു കലവറയിൽ ഇദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ ഒരു ആശയത്തിൽ കണ്ടിന്യൂ ചെയ്തു പോകാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല അത്തരം ഒരു സത്യസന്ധമായ കാര്യങ്ങളെ വീക്ഷിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വൈരുദ്ധ്യങ്ങളെ കൂട്ടിക്കെട്ടിക്കൊണ്ട് തൻ്റെ വീക്ഷണത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, ഇതിലിപ്പോ ഒരു വ്യക്തിയല്ല, ഒന്നിലധികം ആളുകൾ, ഈ ആദർശം പേറുന്ന ആളുകൾ, അവർ ഈ ഒരു ലൈവ് മീഡിയ വന്നതുകൊണ്ട് അവർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് അവരുടെ സ്വന്തം ആശയം കൊണ്ടാണെന്നുള്ളതാണ്. ഇതുവരെ അവർ നിലനിന്നിരുന്നത് തന്നെ ബാക്കിയുള്ള ആശയങ്ങളുണ്ടായിരുന്നു. ഇസ്ലാമാണ് ചർച്ചാ വിഷയമെങ്കിൽ അവർക്ക് പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാനുണ്ട്, അവർക്ക് ഒരുപാട് പ്രസംഗിക്കാനുണ്ട്. പക്ഷെ എത്തീസം വന്നാൽ ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ മിണ്ടുമ്പോൾ ഓരോ മിണ്ടലിലും ഓരോ വാക്കുകളിലും വൈരുദ്ധ്യങ്ങൾ 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 വന്നറിയാന്നുള്ളതാണ്. അപ്പോൾ എത്തീസ്റ്റുകൾ എത്തീസത്തെ കൊണ്ട് വലഞ്ഞ ഒരു വർഷമായിരുന്നു ഈ ക്ലബ് ഹൗസിൻ്റെ ഒരു ആധിപത്യ കാലഘട്ടം എന്നുള്ളതാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് നമുക്കൊക്കെ ഫീൽഡ് ഔട്ട് ആവാൻ ടൈമായി തോന്നുന്നു. കാരണം നമുക്ക് വർക്കില്ലല്ലോ. എത്തീസം എന്ന് പറയുന്നതിനുള്ള റാഷണലി ജസ്റ്റിഫൈ ചെയ്യാമെന്നോ അതുമായിട്ട് സംവദിക്കാമെന്നോ അതുമായിട്ട് ഒരു ഇന്റലക്ച്വൽ ഡിബേറ്റ് ആകാമെന്നോ പറയുന്ന ആളുകൾ ഇല്ലാതായി കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഈ ഒരു വർഷം കൊണ്ട് ഈ ഒരു ചേഞ്ച് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്തൊരു ചേഞ്ചാണ്. അപ്പോൾ അതാണ് എത്തീസത്തെ കുറിച്ച് ഇങ്ങനെ നമ്മളങ്ങനെ പഠിച്ചു വരുമ്പോഴേക്കും എത്തീസുകൾ ഇല്ലാതായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? അതൊരു വലിയൊരു പ്രശ്നവും പ്രതിസന്ധിയാണ്. പഠിച്ച വിഷയം അവതരിപ്പിക്കാനും ചർച്ച ചെയ്യാനോ കാര്യങ്ങളും വേണമല്ലോ. അതെ, നമ്മളിപ്പോൾ ക്ലബ് ഹൗസിൽ ആ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. റിയൽ ലൈഫിലും ആ വൈരുദ്ധ്യം നേരിടേണ്ടി വരും. നമ്മൾ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടേണ്ടി വരും. പിന്നെ വേറൊരു കാര്യം കൂടി എൻ്റെ ശ്രദ്ധപ്പെട്ടത്, ഈ വെറും ആശയപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഇപ്പോൾ ഇതുവരെ പറഞ്ഞത്. അവർ ക്ലബ് ഹൗസിൽ ആശയപരമായി നേരിട്ട ചില പ്രതിസന്ധികൾ. അതോടൊപ്പം തന്നെ ലൈവ് ഡിസ്കഷൻ ആയതുകൊണ്ട് നമുക്ക് യൂട്യൂബിൽ ചർച്ചകൾ അല്ലെങ്കിൽ യൂട്യൂബിൽ സംവാദങ്ങളാണ് ഉദ്ദേശിച്ചതെന്ന് പറയാൻ പറ്റില്ലല്ലോ അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കുണ്ടായ വേറൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ അവരുടെ ഇടയിലുണ്ടായ ചില ഭിന്നതകളും അതേപോലെ അവർക്കിടയിലുണ്ടായിരുന്ന ചില അസ്വാരസ്യങ്ങളൊക്കെ ജനങ്ങൾ അറിയാൻ തുടങ്ങി. അതും വേറൊരു പ്രധാനപ്പെട്ടൊരു നമുക്ക് കിട്ടിയൊരു അഡ്വാൻറ്റേജാണ്, അവർക്ക് കിട്ടിയൊരു ഡിസഡ്വാൻറ്റേജുമാണ്. കാരണം അവർക്കിടയിൽ തന്നെയുള്ള പരസ്പര ഭിന്നിപ്പുകളും അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ അതിൽ പ്രകടമാകാൻ തുടങ്ങി. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ അത് ഭയങ്കര രസകരമാണ്. ഇസ്ലാമിലെ സ്ത്രീകളെ അല്ലെങ്കിൽ ഇസ്ലാമിൽ സ്ത്രീകൾ എങ്ങനെയൊക്കെ അടിച്ചമർത്തപ്പെടുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു ചർച്ച ഉണ്ടാക്കിയവർ, അവരുടെ റൂമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അതിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, പുരുഷനുണ്ടായി, ഒക്കെ അവരുടെ ആളുകൾ തന്നെ. അപ്പോൾ അവർ തമ്മിൽ അടിയായി. നിങ്ങൾ എന്താണ് സ്ത്രീകൾക്ക് ഇത്ര സംസാരിക്കാൻ അവസരം തരാത്തതെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അടിയായി. അപ്പോൾ ഇസ്ലാമിലെ സ്ത്രീകളെ രക്ഷിക്കാമെന്ന അവർക്ക് അവരെ പോലും രക്ഷിക്കാൻ കഴിയുന്നില്ല. അവരുടെ സ്വന്തം അവകാശങ്ങൾ പോലും അവരുടെ ഇടയിലുള്ള പുരുഷന്മാരിൽ നിന്ന് നേടിയെടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇതൊക്കെ സത്യത്തിൽ ആളുകൾ ഇങ്ങനെ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുകയാണ്. ഈ ചർച്ചകളൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഇവരുടെ ഈ യൂട്യൂബിലെ വീഡിയോകൾ മാത്രം കാണുമ്പോൾ ആളുകളൊക്കെ തെറ്റിദ്ധരിക്കുന്നത് ഇവർ ഭയങ്കര സംഭവമാണ്, ഇവർ ഭയങ്കര സമത്വം കൊടുക്കുന്ന ആളുകളാണെന്നുള്ള. പക്ഷേ ഇവരുടെ ഇടയിൽ തന്നെയുള്ള പുരോഗമനവാദികളായ സ്ത്രീകൾ ഇപ്പോൾ അടുത്ത് സോഷ്യൽ മീഡിയകളിൽ വന്നു, ക്ലബ് ഹൗസ് അല്ലാത്ത സോഷ്യൽ മീഡിയകളിൽ വന്നിട്ട് അവിടെ നടക്കുന്ന പുരോഗമന സർക്കിളുകളിൽ നടക്കുന്ന അവർ നേരിടുന്ന ഭയങ്കര ലൈംഗിക ചൂഷണങ്ങളെക്കുറിച്ചും അത്തരത്തിലുള്ള അശ്ലീലകരമായ കമൻറ്റുകളെ കുറിച്ചൊക്കെ അവർ തന്നെ സ്വയം പറയാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെ ക്ലബ് ഹൗസ് അവർക്ക് കൊടുത്ത വളരെ വലിയൊരു അടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കേവലം ആദർശപരമായി മാത്രമല്ല അവരുടെ സ്വഭാവത്തെക്കുറിച്ചും
അവരുടെ സാമൂഹികപരമായിട്ടുള്ള അവരുടെ നിലനിൽപ്പിനെ കുറിച്ചും അവരെങ്ങനെയുള്ളവരാണ് എന്ന് കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അത് ഉപകരിച്ചു എന്നും കൂടി എൻ്റെ ഒരു ശ്രദ്ധയിൽപ്പെട്ട ഒരു സാധനം. അതെ അതെ, പ്രത്യേകിച്ച് ഈ പറഞ്ഞത് എനിക്ക് തോന്നുന്നത് മോറലായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ഗ്രൗണ്ട് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. പിന്നെ ഇപ്പോൾ ഇവരുടെ തന്നെ ഇടയിൽ ഇത്തരത്തോളം ഭിന്നിപ്പുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അതാണ് ഒരു പ്രശ്നം. കാരണം ഇപ്പോൾ നമ്മളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവരെന്താ പറയുക, മൊറാലിറ്റിക്ക് ഇപ്പോൾ അങ്ങനെ ഒരു ഒബ്ജക്റ്റീവ് ഗ്രൗണ്ടിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ മതങ്ങളുടെ ആവശ്യം എന്താണ്, പിന്നെ ധാർമ്മികത എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ നൈസർഗികമായി ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി പറയുന്നുണ്ടല്ലോ, പൂവിൽ നിന്നും സുഗന്ധം നിർഗളിക്കുമ്പോഴാണ് മനുഷ്യനിൽ നിന്ന് അങ്ങനെ ധാർമ്മികത നിർഗളിച്ചുകൊണ്ട് അതുകൊണ്ട് മതമൊന്നും വേണ്ടെന്ന് പറയും. അങ്ങനെ പറയുന്ന ആളുകളെടുത്ത് ഓക്കെ എങ്കിൽ പിന്നെ ഇത്തരത്തിൽ പിന്നെ ലഹരി ഉപയോഗിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദിച്ചാൽ അത് ഇല്ല. കാരണം ഫ്രീഡം ഓഫ് ചോയ്സ്, മദ്യം പ്രശ്നമില്ല, പിന്നെ വ്യഭിചാരം പ്രശ്നമില്ല, ബെസ്റ്റിയാലിറ്റി പ്രശ്നമില്ല, ഇൻസെസ്റ്റ് പ്രശ്നമില്ല, പിന്നെ അങ്ങനെ തുടങ്ങിയിട്ട് ഒരു വലിയ നേരം ഉണ്ടാവും. നമ്മൾ ഇത് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അതിലൊന്നും പ്രശ്നമില്ല. എന്നിട്ട് അപ്പം ധാർമ്മികതയ്ക്ക് മതമൊന്നും വേണ്ടല്ലോ അല്ലേ, അതൊന്നും വേണ്ട, പിന്നെ ഇതൊക്കെ താനെ ഉണ്ടായിക്കോളും എന്നുള്ളതാണ്. അതായത് ധാർമ്മികതനെ ഒരു രീതിയിലും നിർവചിക്കാൻ കഴിയാത്തത് കൊണ്ട് ധാർമ്മികതയുമായി ചേർത്ത് പറയാൻ ഒരു സാധനം ഇല്ലാത്ത ഒരു ഗതികേടിലാണ് ശരിക്കും അവരുള്ളത്. ഇപ്പോൾ അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഒരു നാസ്തികരുടെ നമ്മൾ ചോദിക്കുകയാണ് എന്താണ് നിങ്ങളുടെ പിന്നെ ധാർമ്മികതയുടെ അടിസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ പറയും ഹാം പ്രിൻസിപ്പിൾ പറയും, മറ്റൊരാളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ പറയും യൂട്ടിലിറ്റേറിയനിസം എന്ന് പറയും, വേറെ ആളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അത് ലിബറലിസം ആണെന്ന് പറയും, വേറെ ആളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ വേറൊരു എന്തെങ്കിലും ആണെന്ന് പറയും, ജനാധിപത്യമാണെന്ന് പറയും, ഭരണഘടനയാണെന്ന് പറയും, UDHR ആണെന്ന് പറയും. ശരിക്കും ഇത് തന്നെ ഒരു പ്രശ്നമാണ്. കാരണം ധാർമ്മികതയുമായി ബന്ധപ്പെട്ട് ഇവർക്കിടയിൽ തന്നെ തമ്മിൽ വേറെ ആവശ്യമൊന്നും വേണ്ടില്ലല്ലോ. അപ്പോൾ ധാർമ്മികത എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു ധാർമ്മിക വ്യവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമാണ് ധാർമ്മികമായിട്ടുള്ള ഒരു സമൂഹത്തെ നിർമ്മിക്കാൻ കഴിയുള്ളൂ. ശരിക്കും നമ്മളിലേക്കൊക്കെ ധാർമ്മികത കിട്ടുന്നത് നമ്മുടെ ഒരു കൾച്ചറലി പോലും അതിനൊരു ഇൻവോൾവ്മെന്റ് ഉണ്ട്. ഇപ്പോൾ സാധാരണ ഈ നേച്ചർ വിയസ് നർച്ചർ ഡിബേറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അവിടെ നേച്ചറിനപ്പുറം, നേച്ചർ എന്നുള്ള കൺസെപ്റ്റിൽ ഇസ്ലാം പറയുന്നത് ഫിത്രത്ത് എന്നുള്ളതാണ്. ഇസ്ലാം അതിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് ഈ പറയുന്ന നർച്ചർ എന്നുള്ളതിലോട്ട് വരുന്നത്. ആ നർച്ചറിലോട്ട് വരുമ്പോൾ ഇസ്ലാം പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഇസ്ലാം ചെയ്തിട്ടുള്ള ഒരു കാര്യം, അവിടെ ആ എൻവയോൺമെന്റിനെ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. ഇവർ ഈ പറയുന്ന പോലെ ഓരോരുത്തരും സ്വയം അങ്ങനെ ധാർമ്മികത അവർക്കനുസരിച്ച് നിർവചിക്കാനാണ് എന്നുണ്ടെങ്കിൽ മനുഷ്യൻ അവന്റെ കേവലമായിട്ടുള്ള സ്വാർത്ഥ ലാഭങ്ങൾക്കും സുഖങ്ങൾക്കും വേണ്ടിയിട്ട് സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള സാധനം മാത്രമേ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ധാർമ്മികമായിട്ടുള്ള ഒരു സമൂഹത്തിന് ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഉദാഹരണങ്ങൾ പോലും. കാരണം ഇവർ പറയുമ്പോൾ വലിയ പുരോഗമനമാണ്, അത് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത്, പക്ഷെ എന്തിനു വേണ്ടിയിട്ട് ഒരു മോറൽ കോഡിനെ മനുഷ്യൻ അനുസരിക്കണം എന്നുള്ളതിനുള്ള റീസൺ പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ മോറൽ കോഡ് കൊണ്ട് ഒരു തരത്തിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ എത്തീസത്തിന്റെ ഒന്നാമത്തെ പ്രശ്നം ഇതാണ്, റീസൺ പറയാൻ കഴിയില്ല. പിന്നെ എന്താണ് മൊറാലിറ്റിക്ക്, പിന്നെ എന്താണ് മോറൽ എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ടുണ്ടാകാവുന്ന ഈ പറഞ്ഞ വ്യത്യസ്തതകൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നം, എന്താണ് മൊറാലിറ്റി എന്ന് പറയാൻ കഴിയാത്തത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നം. അതുപോലെ തന്നെ സമൂഹത്തിൽ ധാർമ്മികത നിശ്ചയിക്കണം, അല്ലെങ്കിൽ സാമൂഹ്യമായി ധാർമ്മികതയെ നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ശക്തമായ സാമൂഹ്യ സ്ഥാപനത്തിലൂടെ കഴിയുള്ളൂ. ഇപ്പൊ ഞാൻ നേരത്തെ ചോദിച്ച പോലെ എന്തുകൊണ്ട് മോഷ്ടിക്കരുത് എന്നിപ്പോ നമ്മളടുത്ത് ആരെങ്കിലും ചോദിച്ചു, ഇപ്പൊ ഭരണഘടനയിൽ എവിടെയാണ് അത് പറയുന്നതെന്ന് ഇപ്പൊ നമ്മളടുത്ത് ആരെങ്കിലും ചോദിച്ചു, നമുക്ക് ആർട്ടിക്കിൾ 60 --- എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പറിന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. പക്ഷെ അത് തെറ്റാണ്, നമ്മളെല്ലാവരും പൊതുവിൽ അംഗീകരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനം അത് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. അവിടെ ഭരണകൂടം എന്നുള്ള സ്ഥാപനത്തിന് കഴിയുന്ന പോലെ തന്നെ മതത്തിന് കഴിയുന്നുണ്ട്. കാരണം എന്താ, മതം ഒരു ശക്തമായ ഒരു സാമൂഹ്യ സ്ഥാപനമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ മുസ്ലിം കൾച്ചർ കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ലഹരിയോടുള്ള വിരക്തി എന്നുള്ളത് കൂടുതലായിട്ട് കാണാൻ കഴിയും. അതുപോലെ മാതാപിതാക്കളുമായിട്ട് ഉള്ള ബന്ധം പലപ്പോഴും ഈ വൃദ്ധസദനങ്ങളുടെ എണ്ണമൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകാവുന്ന പല സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ മുസ്ലിം സൊസൈറ്റിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവായിരിക്കും. അപ്പോൾ ഇത് കൾച്ചറലി കൂടെ റിലീജിയന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്നത്. അത് സാമൂഹ്യമായിട്ട് ശക്തമായിട്ടുള്ള ഒരു സ്ഥാപനത്തിനാണ് മനുഷ്യന് എൻവയോൺമെന്റിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഒരു മൊറാലിറ്റിനെ ഇൻജെക്ട് ചെയ്യാൻ കഴിയുള്ളൂ. അതിന് മതം പോലുള്ള ഒരു സാമൂഹ്യ സ്ഥാപനം കൊണ്ടേ കഴിയൂ, അതല്ലാത്ത ഒന്നുകൊണ്ടും കഴിയില്ല എന്നുള്ളതാണ് ഇവർ തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ മൊറാലിറ്റിൻ്റെ കാര്യം പറയുമ്പോൾ പല ചർച്ചകളിൽ പോലും അവരിൽ ഒരു തീരുമാനം എത്താത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈവൻ ഒബ്ജക്റ്റീവാണോ സബ്ജക്റ്റീവാണോ എന്ന് പോലും പലപ്പോഴും പറയാൻ സബ്ജക്റ്റീവാണെന്ന് പറയുകയും അതേപോലെ തന്നെ ഉള്ളിൽ അവർക്ക് പല വാദങ്ങളിലും ബോധ്യമായി ഒബ്ജക്റ്റിവിറ്റി ഉണ്ട് എന്നൊരു കാര്യം നമുക്ക് അവരുടെ വാദങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. നേരത്തെ മൂസം പറഞ്ഞതുപോലെ ഈ ചില നിലപാടുകളെ പറ്റിയോ അല്ലെങ്കിൽ ചില വിഷയങ്ങളെ പറ്റിയോ ചോദിക്കുമ്പോൾ അവർ മുന്നേ പറഞ്ഞിരുന്ന ധാർമ്മികതയുടെ മാനദണ്ഡം മാറ്റി വേറൊന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്നൊരു പ്രശ്നം. അപ്പോൾ ഈ വിഷയത്തിൽ ഈ പ്രിൻസിപ്പിളാണ് വേണ്ടത്, വേറൊരു വിഷയത്തിൽ വേറൊരു പ്രിൻസിപ്പിളാണ് വേണ്ടത്. അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ച് പോകുമ്പോൾ
ഈ ഒരു കാര്യങ്ങളൊക്കെ, ഈ വിഷയങ്ങളൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനാണ് വേണ്ടത്, വേറെ ചില വിഷയങ്ങളൊക്കെ ഹാം പ്രിൻസിപ്പിളാണ് വേണ്ടത്, വേറെ ചില വിഷയങ്ങളൊക്കെ യൂട്ടിലിറ്റേറിയനിസമാണ് വേണ്ടത്. ഇത് ആരാണ് എങ്ങനെയാണ് ഈ വരകൾ വരക്കുന്നത് എന്ന് പറയാൻ കഴിയുന്നില്ല. അഥവാ കേവലവാദത്തിന് വേണ്ടി ധാർമ്മികതയെ ഐഡിയോളജിക്കലി തൊടാൻ പറ്റാത്തത് കൊണ്ട് തന്നെ കേവലവാദങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്തരം ചാട്ടങ്ങളും അതുപോലെ തന്നെ ഒരിക്കലും സാധ്യമാകാത്ത രീതിയിലുള്ള തിയറികൾ പ്രസൻറ്റ് ചെയ്യുന്നതും നമുക്ക് ഈ ക്ലബ് ഹൗസിൻ്റെ മാത്രമല്ല ആഗോളതല ചർച്ചകളിൽ തന്നെ വളരെ അധികമായിട്ട് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ധാർമ്മികമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ധാർമ്മികതയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്ന ഇവരുടെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അഥവാ ഇവർക്ക് ഈ ധാർമ്മികത ഐഡിയോളജിക്കലി വിശദീകരിക്കാൻ കഴിയില്ല, താത്വികമായി അവർക്ക് അതിനെ ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ഒരു സത്യമായി നിലനിൽക്കുമ്പോൾ, ഇവർക്ക് ഈ പ്രാക്ടിക്കലായിട്ട് ജീവിക്കുമ്പോൾ ഇത്തരം സമൂഹങ്ങളിൽ കാണുന്ന വലിയ ധാർമ്മിക പ്രശ്നങ്ങളുണ്ട്. ആ ധാർമ്മിക പ്രശ്നങ്ങൾ നമുക്ക് എങ്ങനെയാണ് നോക്കി കാണാൻ കഴിയുക? ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ധാർമ്മിക പ്രത്യയശാസ്ത്രം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മനുഷ്യൻ എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു സാധനമായിരിക്കണം. ഇവിടെ ഇവർ പറയുന്നത് പോലെ ഇവരുടെ ഒരു മിഥ്യാമായ ലോകമുണ്ട്. ഇവർ പറയും മനുഷ്യരൊക്കെ നല്ലവരാണ്. പിന്നെ എനിക്ക് അങ്ങനെയൊക്കെ പറയുന്നവരോട് ആദ്യം പറയാനുള്ള, ഒരു ദിവസം ഒരു പേപ്പറെങ്കിലും എടുത്ത് വായിച്ചു നോക്കുക. എല്ലാവരും ഇങ്ങനെ നന്മ പ്ലീതരായി നിൽക്കാന്നുണ്ടെങ്കിൽ ഇത്തരം കേസുകൾ ഒന്നും ഉണ്ടാവില്ലല്ലോ. ദിവസേന കൊള്ള ഉണ്ടാവുന്നുണ്ട്, കൊല ഉണ്ടാവുന്നുണ്ട്, വഞ്ചന ഉണ്ടാവുന്നുണ്ട്, കൊലപാതകം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെയും ആകാനുള്ള പൊട്ടൻഷ്യാലിറ്റി മനുഷ്യനുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ തർക്കമില്ലല്ലോ. അപ്പോൾ മനുഷ്യൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലഷർ സീക്കറാണ് മനുഷ്യൻ. ഇപ്പോൾ ജെറമി ബന്ധമൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്ന പിന്നെ ഭൗതികവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന ഒരു കാര്യമാണ് മാക്സിമൈസേഷൻ ഓഫ് പ്ലഷർ ആൻഡ് മിനിമൈസേഷൻ ഓഫ് പെയിൻ. വേദനകളെ കുറയ്ക്കുക, സുഖങ്ങളെ അധികരിപ്പിക്കുക. ഇവിടെയുള്ള ഏത് കുറ്റവാളികളെ നിങ്ങൾ വേണമെങ്കിൽ എടുത്ത് നോക്കുക, അവരൊക്കെ ചെയ്യുന്ന ഇതന്നെയാണ്. മാക്സിമൈസേഷൻ ഓഫ് പ്ലഷറിന് വേണ്ടിയിട്ടാണ് അവർ ട്രൈ ചെയ്തിട്ടുള്ളത്, മിനിമൈസേഷൻ ഓഫ് പെയിനിന് വേണ്ടിയിട്ട് തന്നെ അവർ ട്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവർ ഈ പറയുന്ന ഈ ഒരു ഭൗതികത മാത്രം അനുസരിച്ച് കൊണ്ടുള്ള ഒരു ലോകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞൊക്കെ ശരിയാണ്. അവർ ചെയ്യുന്നതൊക്കെ അവർക്ക് ആപേക്ഷികമായിട്ടുള്ള ശരിയാണ്. കാരണം എന്താ, മനുഷ്യൻ ഒരു സ്വാർത്ഥനായിട്ടുള്ള ജീവിയാണ്. അപ്പോൾ ആ സ്വാർത്ഥനായിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മനുഷ്യനെ സമൂഹത്തെ കാണാൻ പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രൂപത്തിൽ മനുഷ്യനിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ്. അതുകൊണ്ട് എന്തുകൊണ്ട് മോറലായിട്ടുള്ള ഒരു ജീവിയാവണം, എന്തുകൊണ്ട് അന്യനെ കാണണം, എന്തുകൊണ്ട് സമൂഹത്തിനെ കാണണം എന്ന് മനുഷ്യനെ ബോധിപ്പിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം അവിടെ വർക്ക് ചെയ്യണം. അതില്ലാതെ മനുഷ്യൻ അവൻ്റെ തോന്നലുകൾക്കനുസരിച്ച് ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഷുക്കൂർക്ക് പറഞ്ഞ പോലെ അത് കാടത്തമാണ്. കാരണം കാട്ടിലാണ് നമ്മളീ കാണുന്ന പോലെ തോന്നുന്നവരുമായെല്ലാം തോന്നുമ്പോഴെല്ലാം തോന്നുന്ന പോലെ എല്ലാം ചെയ്ത് പ്രത്യേകിച്ച് കോൺസിക്വൻസുകളെ കുറിച്ചോ അല്ലെങ്കിൽ നാളെക്കുറിച്ചോ ചിന്തിക്കാത്തുള്ള ഒരു ലോകം അവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കാടന്മാരാകാനാണ് ഇവർ ശരിക്കും പുരോഗമനം എന്നുള്ള പേര് നമ്മളോട് പറയുന്നതേ ഉള്ളൂ. അതിൻ്റെ എഫക്റ്റാണ് ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ സമൂഹങ്ങളിൽ കാണുന്നത്. പിന്നെ സകല രീതിക്കുള്ള ധാർമ്മികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ പിന്നെ വിശദീകരിക്കാൻ സമയമുണ്ടോയെന്ന് അറിയില്ല. ഈ ഫ്രീ സെക്സ് ഒക്കെയാണ് വലിയ പുരോഗമനം എന്നുള്ള രീതിയിൽ ഇവിടെയുള്ള പിന്നെ പല കുട്ടി സംഘടനകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന എഫക്റ്റിനെ കുറിച്ച് ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ആ രംഗത്തുള്ള പഠനങ്ങൾ വായിക്കണം, അല്ലെങ്കിൽ ഇത്തിരിയെങ്കിലും ഒരു മാനസിക നിലവാരമാണ് അതിനെക്കുറിച്ച് ചിന്തിക്കാനും. കാരണം ഇതൊക്കെ ലോങ് ടേമിൽ ഉണ്ടാകുന്ന കോൺസിക്വൻസ് ആണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ തലക്കടിച്ച് കൊല്ലുക അതൊക്കെ തെറ്റ്. കാരണം എന്താ, അത് ഇൻസ്റ്റന്റ് ആണ്. പക്ഷേ ലോങ് ടേമിൽ എഫക്റ്റ് ഉണ്ടാവും. ഒരു സാധനം ഒരു സമൂഹത്തിലോട്ട് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ലോങ് ടേമിൽ ഉണ്ടാകുന്ന എഫക്റ്റുകളെ കുറിച്ച് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചിന്തിച്ചുകൊണ്ടല്ലാതെ ഒരു സമൂഹത്തിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. ഇവിടെ പിന്നെ സ്വതന്ത്രരതി എന്നൊക്കെ പറയുന്നത് സ്ത്രീകൾക്ക് വിരുദ്ധമാണ്. കാരണം സ്ത്രീയുടെ മേലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും ഏൽപ്പിച്ച് അതിലൂടെ കുട്ടികളുടെ ഭാവിയെ പോലും നശിപ്പിക്കുന്ന, അങ്ങനെ സമൂഹത്തെ പോലും നശിപ്പിക്കുന്ന ആ രൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സകല രീതിക്കും ഹാംഫുൾ ആയിട്ടുള്ള ഒരു സാധനം പക്ഷേ ഇവരുടെ ഹാം പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നേരത്തെ പറഞ്ഞ പോലെ നുള്ള പിച്ച, അതൊക്കെയാണ് ഇവർക്ക് ഹാം പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ. അല്ലാതെ ലോങ് ടൈമിൽ സമൂഹത്തിനെ തന്നെ നശിപ്പിക്കുന്ന ഹാമുകളെ കുറിച്ച് അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള കപ്പാസിറ്റി പോലും പലപ്പോഴും ഇവർക്ക് കാണാറില്ല. അപ്പോൾ അതൊക്കെയാണ് വലിയ പ്രശ്നം. ഇൻസ്റ്റന്റ് ആയിട്ടുള്ള വിഷയങ്ങൾ ലിമിറ്റഡ് ആണ് അവരുടെ ലോകവീക്ഷണം എന്നുള്ളതാണ്. അപ്പോൾ പല പ്രശ്നങ്ങളും ധാർമ്മികതയെ അടങ്ങുന്ന പല പ്രശ്നങ്ങളും എത്തിയസ് സംബന്ധിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. വളരെ വിശാലമായ വിഷയമാണ്, വളരെ വിശാലമായി ചർച്ച ചെയ്യേണ്ടതുമാണ്. പല അവതരണങ്ങളിലൂടെ പല മാധ്യമങ്ങളിലൂടെ നമ്മളടങ്ങുന്ന പല ആളുകളും പല പണ്ഡിതന്മാരടക്കം ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്താണ്. അപ്പോൾ ഇന്നത്തെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ ആയിക്കൊണ്ട് ബഹുമാനായ എം അക്ബർ സാഹിബിനെ സംസാരിക്കാനായി ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, പുതുതലമുറ സംവാദം ഏറ്റെടുക്കുന്നു. അതാണ് ഈ സെഷൻ. നമ്മുടെ മുസ്ലിം യുവത്വത്തിൻ്റെ
4 പ്രതിനിധികളാണ് നമ്മളുമായി ഇത്ര നേരം സംവദിച്ചത്. ഇതൊരടയാളമാണ്, ഒരടയാളപ്പെടുത്തൽ. നാസ്തികത ഇസ്ലാമിനെതിരെ ആയുധങ്ങളുമായി കടന്നു വരുമ്പോൾ അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് നാസ്തികാദർശത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ ആക്രമിക്കുവാൻ തന്നെ മുസ്ലിം യുവത സജ്ജമായിരിക്കുന്നു എന്ന പ്രഖ്യാപനമാണ് ഇവിടെ നടക്കുന്നത്. സംവാദത്തിൽ വിഷയാവതരണം നിർവഹിച്ചപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ ഞാനൊരു സർദാർജിയുടെ കഥ പറഞ്ഞിരുന്നു. ആ കഥയുടെ തനിയാവർത്തനമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. സർദാർജി രാവിലെ തന്നെ, തണുപ്പുള്ള രാവിലെ പൂച്ചയെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പോയയാൾ സുഹൃത്ത് അങ്ങനെ കുളിപ്പിച്ചാൽ പൂച്ച ചത്തുപോകില്ലേ എന്ന് ചോദിക്കുന്നു. അത് കേട്ട് സർദാർജിക്ക് ദേഷ്യം പിടിക്കുന്നു. അങ്ങനെ അവിടുന്ന് പോകുന്നു. പോയി തിരിച്ചു വരുമ്പോൾ സർദാർജി കരഞ്ഞിരിക്കുന്നത് കാണുന്നു. അപ്പോൾ സുഹൃത്ത് ചോദിക്കുന്നു, എന്താ എന്താ കരയുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു, പൂച്ച ചത്തുപോയി എന്ന്. അപ്പോൾ ആ സുഹൃത്ത് ചോദിക്കുന്നു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ല കുളിപ്പിച്ചാൽ ചത്തുപോകുന്നു. അപ്പോൾ സർദാർജി മറുപടി പറയുന്നു, കുളിപ്പിച്ചിട്ടല്ല, മറിച്ച് നിന്റെ ഉപദേശം അനുസരിച്ച് അത് പിഴിഞ്ഞു, അപ്പോഴാണ് ചത്തുപോയത്. ഏകദേശം കേരളത്തിലെ നാസ്തിക പ്രസ്ഥാനം അതിന് വലിയ ഒരു പാരമ്പര്യമല്ലുണ്ട്. ആദർശപരമായി നമുക്ക് അഭിപ്രായ വ്യത്യാസമെല്ലാം ഉണ്ടെങ്കിലും നവോത്ഥാന പാരമ്പര്യത്തിലുള്ള ചെറിയ ചില ശാഖകൾ അതിലുണ്ട്. അടിസ്ഥാനപരമായി യുക്തിവാദി സംഘത്തിന്. എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായി കുറച്ചാളുകൾ ഇസ്ലാം വിരോധത്തിന് വേണ്ടി മാത്രമുള്ള ഒരു ഏർപ്പാടായിട്ട് നാസ്തികതയെ നിർമ്മിക്കുകയും അത് വെച്ചുകൊണ്ട് സംവാദ വെല്ലുവിളികൾ നടത്തുകയുമെല്ലാം ചെയ്തപ്പോൾ നമ്മൾ മാന്യമായി യുക്തിവാദികളോട് പറഞ്ഞതാണ്, ഈ കുളിപ്പിക്കൽ പൂച്ചക്ക് അപകടമാണ്. എന്നാൽ അവർ ഇസ്ലാം വിരോധം മാത്രം കൈമുതലാക്കിയ ആളുകളുടെ വർത്തമാനം കേട്ട് അവർക്ക് വേണ്ടി പൂച്ചയെ പിഴിഞ്ഞു. ഇന്ന് യുക്തിവാദമില്ല, യുക്തിവാദി സംഘമല്ല, നാസ്തികതയില്ല. അതാണ് ഈ കുട്ടികൾ പറഞ്ഞത്. ക്ലബ് ഹൗസിൽ പോയിട്ട് ഈ മക്കൾ വിളിക്കുക, ഒന്ന് നാസ്തികത സ്ഥാപിച്ചു തരൂ. ഞങ്ങൾക്ക് ആ പരിപാടിയില്ല. ആയിഷാ ബീബിനെ 2 തെറി പറയണോ, ഞങ്ങൾ റെഡിയാ. റസൂലുള്ളാഹിനെ കുറച്ച് ചീത്ത പറയണോ, ഞങ്ങൾ റെഡിയാ. അതേസമയം ഞങ്ങളുടെ ആശയങ്ങൾ സ്ഥാപിക്കാൻ ഞങ്ങളെ പറയാം. നാസ്തികത മരിച്ചു കിടക്കുകയാണ്. അവരുടെ പുതിയ പുതിയ ഉഡായിപ്പുകൾ എന്നാണ് പുതിയ കാലത്തെ ഭാഷയിൽ പറയേണ്ടത്. അത് ഓരോന്നും ആദർശപരമായി അതിനെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അവർ വിചാരിക്കുന്നത് ഇസ്ലാമിനെതിരെ, പ്രവാചകനെതിരെ, പരിശുദ്ധ ഖുർആനിനെതിരെ ഉള്ള കുറേ തെറിപ്രസംഗങ്ങൾ അത് ഇസ്ലാം വിരോധികളായിട്ടുള്ള ചില മിഷനറിമാരും ചില ഫാഷിസ്റ്റുകളും ഏറ്റെടുത്തപ്പോൾ അതൊരു വലിയ വിജയമാണെന്നാണ്. സത്യത്തിൽ ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിജയമാണ് അവിടെ സംഭവിക്കുന്നത്. കാരണം പ്രബോധന രംഗത്ത് വലിയ തുറവികൾ ഉണ്ടാവുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുമ്പോൾ മുസ്ലിം ലോകം, മുസ്ലിം യുവ സമൂഹം, ഇസ്ലാമിക പ്രബോധകർ പ്രവാചക ജീവിതത്തിൻ്റെ സൗന്ദര്യത്തെ പരിചയപ്പെടുത്തുവാൻ വേണ്ടി അത് ഉപയോഗപ്പെടുത്തുകയാണ്. അത് പഠിക്കുകയാണ്, മനസ്സിലാക്കുകയാണ്. പ്രായമല്ല, മറിച്ച് സംതൃപ്തിയാണ്. പരസ്പരം കൊടുക്കലും കൊള്ളലുപാട്, പരസ്പരമുള്ള പാരസ്പര്യമാണ് ജീവിതത്തിൻ്റെ അർത്ഥമെന്ന് ആ ദാമ്പത്യത്തിൻ്റെ തന്നെ യഥാർത്ഥത്തിലുള്ള ചിത്രം അവതരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ അവസരം ഉണ്ടാവുകയാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ വളരെ വൃത്തികെട്ട വിമർശനങ്ങൾ ഹദീത്തുകളുടെ ഭാഗങ്ങളിൽ നിന്ന് കട്ടെടുത്ത് മുറിച്ച് അവതരിപ്പിക്കുമ്പോൾ, നമ്മളൊന്ന് കേൾക്കാത്ത വിമർശനങ്ങൾ കേൾക്കുമ്പോൾ പോലും അത് അന്വേഷിച്ച് കണ്ടെത്തുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാനവികതയുടെ വലിയ ഉദാഹരണമാണ് എന്ന് ഉൾക്കൊള്ളാൻ കഴിയുമ്പോൾ ഇതേപോലെയുള്ള മക്കൾക്ക് അൽഹംദുലില്ലാഹ് അവരുടെ ഈമാനികമായ ആവേശം വർദ്ധിക്കുകയാണ്. ആ വർദ്ധിക്കുന്നതിന് കാരണമാകുന്നത് അവരുടെ ഗവേഷണങ്ങൾ, ആ മുറിച്ചെടുക്കുന്ന ആ ഗവേഷണങ്ങൾ വഴിയുള്ള ഇത്തരം കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് ഇസ്ലാമിക സമൂഹം ഇത്തരം വെല്ലുവിളികളെ പോസിറ്റീവായാണ് ഉപയോഗപ്പെടുത്താൻ പോകുന്നത്. അഥവാ ഇസ്ലാമിക പ്രബോധനത്തിനുള്ള വലിയ സാധ്യതകളായി, വലിയ അവസരങ്ങളായി. ഇസ്ലാം വിട്ടുപോയ ആളുകളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഒരു കൂട്ടായ്മയുണ്ടാക്കി ഇസ്ലാമിനെ തെറി പറയാൻ വേണ്ടി മാത്രമായൊരു കൂട്ടായ്മ ഉണ്ടായിക്കഴിഞ്ഞാൽ അതുവഴി എന്തെങ്കിലും നേട്ടമുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ സംഭവിക്കുന്നത് വലിയൊരു സാമൂഹ്യ ദ്രോഹമുണ്ട് എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ആ സാമൂഹ്യ ദ്രോഹം മറ്റൊന്നുമല്ല, നമ്മുടെ നാട്ടിലുള്ള ഒരു ബഹുസ്വര സംസ്കാരമുണ്ട്. തലമുറകളായി നമ്മൾ ശീലിച്ചു പോന്ന, നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ കേരളീയ സമൂഹത്തിലുള്ള എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വല്ലാത്തൊരു സംസ്കാരം. ആ സംസ്കാരം നമ്മുടെ എല്ലാം രക്തത്തിലുള്ളതാണ്. നമ്മുടെ എല്ലാം അയൽപക്കത്തുള്ള മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാമായുള്ള ആളുകളുമായുള്ള സുഹൃത്ത് ബന്ധവും സാഹോദര്യ ബന്ധവും, ആ സാഹോദര്യ ബന്ധത്തെയാണ് ഇവർ തകർക്കാൻ ശ്രമിക്കുന്നത്. അത് തകർക്കുവാനുള്ള പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച് പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് ഈ പറഞ്ഞതുപോലെ സന്ദർഭങ്ങളിൽ നടത്തിയെടുത്തിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് ഉള്ള പരിശ്രമങ്ങൾ വഴി, അല്ലെങ്കിൽ പിന്നെ വിശദീകരണങ്ങൾ വഴി, അവിടെയാണ് യഥാർത്ഥത്തിൽ നെഞ്ച് നിവർത്തിക്കൊണ്ട് നമുക്ക് ഈ ഒരു അവസരത്തെ അത്തരം ആളുകൾക്ക് പോലും പരിശുദ്ധ ഖുർആനിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ശുഭ്ര ജീവിതത്തിൻ്റെ യഥാർത്ഥ പിക്ചർ, യഥാർത്ഥ ചിത്രം അവതരിപ്പിക്കുവാനുള്ള അവസരമായി ഉപയോഗിക്കാൻ പോകുന്നു. ഇൻഷാ അല്ലാഹ് ഇസ്ലാം വിട്ടവർ എന്ന പേരിൽ ഒരുമിച്ചുകൂടി മുസ്ലിം സമൂഹത്തെ വെല്ലുവിളിക്കുമ്പോൾ അതുവഴി മുസ്ലിം സമൂഹം വൈകാരികമായി പ്രതികരിച്ച് ഇവിടെ നമുക്കെല്ലാം ഒരു മേൽവിലാസം ഉണ്ടാക്കാമെന്ന് ആരെങ്കിലും കരുതുന്നുവെങ്കിൽ അവർ മനസ്സിലാക്കേണ്ടത് മുസ്ലിം സമൂഹം പ്രതികരിക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ് ഈ യുവാക്കൾ അതിനുള്ള തെളിവാണ്. ഇസ്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൃത്യമായി ഉൾക്കൊള്ളുകയും പൊതുസമൂഹത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിശുദ്ധ ഖുർആനിനെ പരിചയപ്പെടുത്താൻ, ഏത് വിമർശനം വന്നാലും അതിനെ നേരിടുവാൻ ഞങ്ങളുടെ പണ്ഡിതന്മാർ വേണ്ടതില്ല, ഞങ്ങൾ മതി എന്ന ആർജവത്തോടെ പറയാൻ കഴിയുന്ന നട്ടലുള്ള കുട്ടികളാണ് കേരളത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുണ്ടാകുന്നത്. ഇൻഷാ അല്ലാഹ് അതുതന്നെയാണ് ഇവിടെ അലിയാർ ഉസ്താദ് എല്ലാം സൂചിപ്പിച്ചതുപോലെ ഈ സംവാദം നൽകിയ വലിയ സംഭാവന. പരിശുദ്ധ ഖുർആനിനെ കുറിച്ചുള്ള ആത്മബോധമുള്ള, പരിശുദ്ധ ഖുർആനിനെ കുറിച്ചുള്ള ഒരു അഭിമാനം പ്രദാനം ചെയ്യാൻ സാധിച്ചു എന്നുള്ള വലിയൊരു ദൗത്യം ഈ ഉമ്മത്തിന് മൊത്തത്തിൽ, ഉമ്മത്തിന് ഏതെങ്കിലും സംഘടനകൾക്കോ വിഭാഗങ്ങൾക്കോ ഒന്നുമല്ല, പരിശുദ്ധ ഖുർആനിനെ വേദഗ്രന്ഥമായി അംഗീകരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാർഗദർശിയായി മനസ്സിലാക്കുന്ന മുഴുവൻ സമുദായത്തിനും, മുഴുവൻ ഉമ്മത്തിലുള്ള ആളുകൾക്കും അവർക്ക് ഈ ഖുർആൻ ഞങ്ങളുടെ മാർഗദർശിയാണ് എന്ന് പറയാൻ ആരുടെ മുന്നിലും, ഏത് കൊമ്പന്റെ മുന്നിലും നട്ടല് നിവർത്തി പറയുവാനുള്ള ഒരു ആത്മവിശ്വാസം നൽകിയെന്ന്. ആ ആത്മവിശ്വാസം ഇൻഷാ അല്ലാഹ് എങ്ങനെ കേരളത്തിൻ്റെ സാമൂഹ്യ സാഹചര്യത്തെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ട് അതിനെ തകർക്കാൻ ശ്രമിച്ചാലും ഇല്ല, ആ ആത്മവിശ്വാസവുമായി മുസ്ലിം യുവത മുന്നോട്ട് പോകും, ഈ ആദർശ പ്രബോധനവുമായി മുന്നോട്ട് പോകും. പരിശുദ്ധ ഖുർആനിനെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ലോകത്തിൻ്റെ മുന്നിൽ, സമൂഹത്തിൻ്റെ മുന്നിൽ പച്ചയായി അവതരിപ്പിക്കുവാൻ നട്ടലോടുകൂടി തന്നെയാണ് കേരളത്തിലെ മുസ്ലിം യുവത ഉയർത്തെഴുന്നേൽക്കുന്നത്. വ്യത്യസ്ത പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ പോലും ഈ ഒരു ആദർശ പ്രബോധനത്തിൻ്റെ രംഗത്ത് ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടമാണ് ഇവിടെ ഉണ്ടാകുന്നത്. അതാണ് യഥാർത്ഥത്തിൽ ഈ സംവാദം നമുക്ക് നൽകിയ വലിയ സംഭാവന. ഈ സംവാദത്തിൻ്റെ പുസ്തകത്തിൻ്റെ 2ാമത്തെ പതിപ്പാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. പുസ്തകം
മറ്റൊന്നുകൊണ്ടുമല്ല. ആ പുസ്തകം നമ്മൾ പുറത്തിറക്കുവാൻ തീരുമാനിച്ചത് ഈ നാസ്തികരുടെ സംബന്ധിച്ചിടത്തോളം നാസ്തികതയെ ആ വിഷയം കൊടുക്കുക എന്നതിനേക്കാൾ വിഷയം നമുക്ക് ലഭിക്കാൻ തീർച്ചയായും നമുക്ക് ഇപ്പോൾ ഇൻ്റർനെറ്റിലെല്ലാം തന്നെ നമുക്ക് ലഭിക്കും. പക്ഷേ നമ്മൾ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള മുഴുവൻ എഴുത്തുകുത്തുകളും എത്രത്തോളം ചതിയും വഞ്ചനയും നികൃഷ്ടമായ രൂപത്തിലുള്ള കുതന്ത്രങ്ങളുമെല്ലാം ഉണ്ടാക്കാൻ ശ്രമിച്ച് ആ ശ്രമങ്ങളെ എല്ലാം തന്നെ കൃത്യമായി ആലേഖനം ചെയ്ത് അടുത്ത തലമുറയ്ക്ക് എന്താണ് നവനാസ്തികത എന്ന വിഷയത്തിലുള്ള കൃത്യമായ ഒരു ഗവേഷണമായി തന്നെയാണ് ഈ പുസ്തകം നമ്മൾ ആ രൂപത്തിൽ പുറത്തിറക്കിയിട്ടുള്ളത്. അത് തന്നെ എന്തായിരിക്കും നമുക്ക് വലിയ വിജയമാണ്. ഇപ്പോഴും ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സംവാദം നടത്തിയ ആളടക്കം ഇപ്പോഴും വിശദീകരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. വിശദീകരിക്കേണ്ട യാതൊരു കാര്യമില്ല. ആ സംവാദത്തിലുള്ള പുസ്തകം പുറത്തിറക്കിയപ്പോൾ നേരത്തെ അമീർ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ആകെ മരിച്ചിട്ടില്ലാത്ത ഒരാളെക്കുറിച്ച് മരിച്ചു എന്ന് അത് എഴുതിയ സന്ദർഭത്തിൽ അങ്ങനെ എഴുതിപ്പോയത് മാത്രമാണ് ആ പുസ്തകത്തിൻ്റെ ആകെയുള്ളൊരു പ്രശ്നമായിട്ട് എടുത്ത് പറയാനുണ്ടായത്. അവിടെ ഞാൻ പറയുന്നത് ഈ പുസ്തകം ഇൻഷാ അല്ലാഹ്, ഈ പുസ്തകത്തിലെ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇന്ത്യയിലെ മറ്റു ഭാഷകളിലേക്ക്, ഇംഗ്ലീഷിലേക്കെല്ലാം തന്നെ ലോകത്തിന് തന്നെ ഈ രൂപത്തിൽ നവനാസ്തികത എന്താണ്, അവിടെ പ്രത്യേകിച്ച് മുസ്ലിം പേരുള്ള ആളുകൾ മുന്നിൽ നിന്നുകൊണ്ട് നയിക്കുന്ന ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ എത്രത്തോളം അപകടകാരികളാണ് സമൂഹത്തിന് എന്ന വസ്തുത ലോകത്തിന് ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ തന്നെയുള്ള പഠനങ്ങൾക്ക് എല്ലാം നിമിത്തമാകുന്ന രൂപത്തിൽ ഉള്ള പരിഭാഷകൾ പുറത്തിറങ്ങും. ആ കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇവിടെ ഈ പുതുതലമുറ ഈ സംവാദം ഏറ്റെടുക്കുമ്പോൾ അത് വലിയ ഒരടയാളമാണ്, ഒരു ഉയിർത്തെഴുന്നേൽപ്പിൻ്റെ അടയാളം. പരിശുദ്ധ ഖുർആൻ തിരുസുന്നത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൻ്റെ മുഴുവൻ പ്രദേശങ്ങളിലുമുള്ള യുവാക്കളുടെ ഉയിർത്തെഴുന്നേൽപ്പിൻ്റെ അടയാളം, ആ അടയാളം പറയുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെ തിരുസുന്നത്തിൻ്റെ നട്ടെല്ലുപയോഗിച്ചുകൊണ്ട് ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങളെ നേരിടുവാൻ ഞങ്ങൾ സജ്ജരാണ് എന്നതാണ്. അതോടൊപ്പം തന്നെ വിമർശകരുടെ അടിസ്ഥാന ആശയങ്ങളെ ആശയങ്ങൾക്ക് പ്രത്യാക്രമണം നടത്താനും ഞങ്ങൾ സജ്ജരാണ് എന്ന പ്രഖ്യാപനമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. ആ പ്രഖ്യാപനത്തിൻ്റെ അലയൊലികൾ ഇനി കേരളം കേൾക്കും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.